ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ ഇന്നലെ യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥന എന്ന വിഷയമാണ് നമ്മൾ ഇന്നലെ പഠിച്ചത്. നമുക്കിന്ന് രാത്രി അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഒരുമിച്ച് പഠിക്കാം. നമ്മൾ ഇന്നലെ രാത്രിയിൽ അതികാലയിൽ പ്രാർത്ഥിക്കണം എന്നുള്ളത് നമ്മൾ പഠിച്ചു. രണ്ടാമത്തേത് മുഴുരാത്രി പ്രാർത്ഥിക്കണം. ചില രാത്രികൾ പ്രാർത്ഥനകൾക്കായി വേർതിരിക്കണമെന്ന് നമ്മൾ പഠിച്ചു. മൂന്നാമതായി നമ്മൾ രഹസ്യത്തിൽ പ്രാർത്ഥിക്കണം എന്ന വിഷയം നമ്മൾ പങ്കുവെച്ചു. ആമേൻ. ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത് സ്തോത്രം. ആമേൻ. അത് ലൂക്കോസിൻ്റെ സുവിശേഷം തന്നെ 6-ാം അധ്യായം അതിൻ്റെ 12-13 വാക്യങ്ങൾ ഇപ്പോൾ വായിക്കാവുന്നതാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 12-13 വാക്യങ്ങൾ. ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്ന് ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. നേരം വെളുത്തപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്കെ വിളിച്ചു. അവരിൽ 12 പേരെ തിരഞ്ഞെടുത്തു. അവർക്ക് അപ്പോസ്തലന്മാർ എന്ന പേർ വിളിച്ചു. മതി. സ്തോത്രം. ആ കാലത്ത് യേശു പ്രാർത്ഥിക്കേണ്ടതിന് മലയിൽ ചെന്നു ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. നേരം വെളുത്തപ്പോൾ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച് അവരിൽ 12 പേരെ തിരഞ്ഞെടുത്ത് അവർക്ക് അപ്പോസ്തലന്മാരെന്ന് പേർ വിളിച്ചു. അപ്പോൾ ദൈവമക്കളെ, നമ്മൾ ഈ ഭാഗം പഠിക്കുമ്പോൾ യേശു കർത്താവ് അതിരാവിലെ എഴുന്നേറ്റിട്ട് മുഖം കഴുകി ഒരു ഗ്ലാസ് കട്ടൻ കാപ്പിയും കുടിച്ച് ജനത്തിൻ്റെ നടുവിൽ നിന്ന് സ്തോത്രം, മത്തായിയെ ഇന്ന് മുതൽ എൻ്റെ കൂടെ നീ പോരെ, മർക്കോസെ നീ എൻ്റെ ശിഷ്യനായിരുന്നുള്ളൂ, അന്ത്രയോസെ, യാക്കോബേ, യോഹന്നാനെ നീ ഇന്നു മുതൽ നിങ്ങൾ എന്നെ അനുഗമിച്ചു കൊള്ളൂ എന്ന് പറഞ്ഞ് 12 പേരെ തിരഞ്ഞെടുക്കുക അല്ല ചെയ്തത്. മറിച്ച് ഒരു രാത്രി മുഴുവൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ടാണ് രാവിലെ 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നത്. കരമേർത്തി കർത്താവിന് മഹത്വം കൊടുക്കുക. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനാ ജീവിതം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അടുത്തൊരു കാര്യം, ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ് യേശു കർത്താവ് പ്രാർത്ഥിക്കുമായിരുന്നു. കരമേർത്തി ഹല്ലേലൂയ പറയാം. ഒരു വിഷയം തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ്. ദൈവമക്കളെ, നാമും ഇതുപോലെ ചെയ്യുന്നെങ്കിൽ അത് നമുക്ക് അനുഗ്രഹമായിരിക്കും. ഒരു വീട് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ്, ഒരു വസ്തു മേടിക്കുന്നതിന് മുമ്പ്, നമ്മൾ പഠിക്കുവാനായി ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ്, ഒരു ജോലി തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ്, തക്കതായ ഒരു തുണയെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ച് തിരഞ്ഞെടുക്കാമെങ്കിൽ പരാജയപ്പെടുകയില്ല. മനസ്സിലാക്കുന്നവർ ഹല്ലേലൂയ പറയാം. സ്തോത്രം. ഇന്ന് നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ ഉടുപ്പാണെങ്കിൽ പോലും, ഒരു കൊച്ചു വസ്ത്രം മേടിക്കുന്ന കാര്യമാണെങ്കിൽ പോലും പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ അതിന് പോകുന്നതെങ്കിൽ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുന്നത് ആ പൈസ വേസ്റ്റായി പോകത്തില്ല. സ്തോത്രം. അത് നമുക്ക് കുറഞ്ഞ വിലയിൽ തന്നെ ഏറ്റവും നല്ല സാധനം നമ്മുടെ കൈകളിൽ ദൈവത്തിന് തരുവാനായി സാധിക്കും. ഞാൻ എൻ്റെ ഒരു അനുഭവത്തെ എന്നാണ് പറയുന്നത്. ചേർന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കുക. സ്തോത്രം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബൈബിളിലും പഠിച്ചു വരുമ്പോൾ പ്രാർത്ഥിച്ച് തിരഞ്ഞെടുത്തവരും പ്രാർത്ഥിക്കാതെ തിരഞ്ഞെടുത്തവരുടെയും ലിസ്റ്റ് ബൈബിളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരാളാണ് യോന എന്ന് പറയുന്നത്. പ്രാർത്ഥിക്കാതെ തൻ്റെ ഇഷ്ടത്തിന് കാര്യങ്ങൾ തിരഞ്ഞെടുത്ത ഒരാളായിരുന്നു യോന എന്ന് പറയുന്ന പ്രവാചകൻ. നമുക്കറിയാം, യോനയോട് ദൈവം പറഞ്ഞു, നീ എവിടേക്ക് പോകാനാ പറഞ്ഞ്? നിനവയിലേക്ക് പോയി പ്രസംഗിക്കാൻ പറഞ്ഞു. പക്ഷേ യോന എവിടേക്കാണ് പോയത്? തർശീശിലേക്ക് പോയി. അവസാനം നേരെ അദ്ദേഹം കപ്പലിൽ ചെന്ന് കയറി. കടൽ ഇളകാൻ തുടങ്ങി. സ്തോത്രം. കപ്പൽ ഇളകി. ഈ കപ്പലിലുണ്ടായിരുന്ന ചരക്കെല്ലാം അവർ സമുദ്രത്തിലേക്ക് എറിഞ്ഞു. എന്നിട്ടും കടലിൻ്റെ ഇളക്കം മാറിയില്ല. അവസാനം യോനയ്ക്ക് അവർ ചീട്ടിട്ടു. അത് യോനയ്ക്ക് വീണു. യോന പറഞ്ഞു, എന്നെ എടുത്ത് അങ്ങ് എറിഞ്ഞോ, അതോടെ പ്രശ്നം മാറുമെന്ന് പറഞ്ഞു. അങ്ങനെ യോനയെ എടുത്ത് കടലിലേക്ക് എറിഞ്ഞു. കടലാന, ആ വലിയ മത്സ്യം വന്ന് യോനയെ വിഴുങ്ങി. പിന്നെ നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്, യോന പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഈ സ്തോത്രം, മീനിൻ്റെ വയറ്റിൽ കിടന്ന് യോന യഹോവയോട്
നിലവിളിച്ചു എന്നാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യും. അപ്പം നമുക്ക് ഈ ഭാഗം അറിയാവുന്നത് കൊണ്ടാണ് ഞാനത് എടുത്ത് നിങ്ങളെ വായിപ്പിക്കാത്തത്. സ്തോത്രം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സംഭവങ്ങൾ അറിയാമല്ലോ അല്ലേ? ആമേൻ. അല്ലെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചോളൂ. 2-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചേ. യോന മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് തന്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിച്ചു. കണ്ടോ? യോന മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് തന്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിച്ചു പറഞ്ഞത്. ശരിക്കും ഈ മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ചായിരുന്നോ പ്രാർത്ഥിക്കേണ്ടത്? മര്യാദയ്ക്ക് നിനവേലിരുന്ന് പ്രാർത്ഥിച്ച് സ്തോത്ര ജനത്തെ കൂടെ വിടുവിക്കേണ്ട യോന ഇപ്പോൾ എന്തുകൊണ്ടാണ് മത്സ്യത്തിന്റെ വയറ്റിലിരുന്ന് പ്രാർത്ഥിക്കേണ്ടി വന്നത് എന്ന് ചോദിച്ചാൽ സ്വന്തം തെരഞ്ഞെടുപ്പ്. കരമുയർത്തി കർത്താവിന് മുഖത്തും കൊടുക്കാം. ദൈവഹിതത്തിനല്ലാതെ സ്തോത്രം തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം തെരഞ്ഞെടുപ്പ് നടത്തിയത് കൊണ്ടാണ് തനിക്ക് വലിയ ദുരന്തം നേരിടേണ്ടി വന്നത്. എന്നിരുന്നാലും സ്തോത്രം യോന അനുതപിച്ച് പ്രാർത്ഥിച്ചപ്പോൾ വീണ്ടും ദൈവം യോനയോട് കരുണ കാണിച്ചു. യോനയെ ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് ദൈവം രക്ഷിക്കുകയും നിനവേയിലെ ജനത്തോട് സുവിശേഷം അറിയിക്കുവാൻ യോനയെ ദൈവം ഉപയോഗിക്കുകയും 1,00,000-ലധികം വരുന്ന ജനം രട്ടിലും വെണ്ണീരിലും ഇരുന്ന് മാനസാന്തരപ്പെട്ട് അനർത്ഥത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ അത് കാരണമായി തീരുകയും ചെയ്തു. മനസ്സിലാകുന്നവർ കരമുയർത്തി ഹല്ലേലൂയ പറയും. അതുകൊണ്ട് നമുക്ക് ഈ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാം, യോന പ്രാർത്ഥിക്കാൻ അവസരമുണ്ടായിരുന്നു, എന്നിട്ടും പ്രാർത്ഥിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം പോയത് കൊണ്ട് വലിയ അനർത്ഥത്തിലേക്ക് ചെന്ന് ചാടിയ ഒരു ദൈവദാസനായിരുന്നു. എന്നാൽ വേറെ ഒരാളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അത് ദാനിയേൽ എന്ന ദൈവത്തിൻ്റെ ദാസനാണ്. ദാനിയേൽ പ്രവാചകനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 6-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. സ്തോത്രം. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നത് എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ, എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്നു അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് മതി. സ്തോത്രം. പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. അപ്പൊ ദൈവമക്കളെ, ദാനിയേൽ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പ്രാർത്ഥിക്കാൻ സാഹചര്യമില്ലായിരുന്നു. എന്താ കാരണം എന്നറിയോ? ദാനിയേൽ പ്രാർത്ഥിക്കുന്നെങ്കിൽ അദ്ദേഹത്തെ സിംഹങ്ങളുടെ ഗുഹയിലിട്ട് കളയും എന്ന രേഖ വിരോധമായി എഴുതിയിരിക്കുകയാണ്. മനസ്സിലാക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയും. പ്രാർത്ഥിക്കാൻ സാഹചര്യമില്ല, പ്രാർത്ഥിക്കാൻ മുട്ടുകുത്തി എന്നറിഞ്ഞാൽ അദ്ദേഹത്തെ പിടിച്ച് സിംഹത്തിന്റെ കുഴിയിലിടും. ഇതറിഞ്ഞിട്ടും ദാനിയേൽ മുമ്പേ ചെയ്തതുപോലെ 3 പ്രാവശ്യം ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. സ്തോത്രം. ഇത് തന്നെയായിരുന്നു ശത്രുക്കൾക്ക് വേണ്ടതും. ദാനിയേലിനെ പിടിച്ചു, സിംഹങ്ങളുടെ ഗുഹയിലേക്ക് ഇടിവിച്ചു. സ്തോത്രം. പക്ഷേ ദൈവം സിംഹക്കുഴിയിൽ ഇറങ്ങി വന്നു, സിംഹങ്ങളുടെ വായ അടച്ചു, ദാനിയേലിനെ രക്ഷിച്ചു. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യോനയ്ക്ക് പ്രാർത്ഥിക്കാൻ അവസരമുണ്ടായിരുന്നു, എന്നിട്ടും അയാൾ പ്രാർത്ഥിക്കാതെ സ്വന്തം വഴിയെ തിരഞ്ഞെടുത്തത് കൊണ്ട് ആദ്യം എല്ലാ സാഹചര്യവും അനുകൂലമായിരുന്നെങ്കിലും പിന്നീടെല്ലാം പ്രതികൂലമായി മാറി. ദാനിയേലിന് എല്ലാ സാഹചര്യവും പ്രതികൂലമായിരുന്നു, പ്രാർത്ഥിക്കാനേ കഴിയുകയില്ലായിരുന്നു. എന്നിട്ടും ദാനിയേൽ പ്രാർത്ഥിച്ചത് കൊണ്ട് പ്രതികൂലങ്ങൾ ദൈവം അനുകൂലമാക്കി മാറ്റി. അതുകൊണ്ട് ഇന്ന് രാത്രി വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിൽ എത്ര പ്രതികൂല സാഹചര്യമാകട്ടെ, അനുകൂല സാഹചര്യമാകട്ടെ, ഒരു കാര്യം തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചിരിക്കണം. ചേർന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ സന്നിധിയിൽ ആലോചന ചോദിക്കണമെന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാനായി കഴിയുന്നത്. ഞങ്ങൾ 2008-2009 കാലങ്ങളിൽ തിരുവല്ലായിൽ ഞാൻ അജയ് പാസ്റ്ററോട് കൂടെ കർത്താവിൻ്റെ വേല ചെയ്യുന്ന കാലത്ത് ഹിമാചൽ പ്രദേശിൽ നിന്ന് റജി എന്ന് പറയുന്ന ഒരു സഹോദരൻ, അദ്ദേഹത്തിൻ്റെ വീട് കേരളത്തിലാണ്, ഹിമാചലിലായിരുന്നു അദ്ദേഹത്തിന് ജോലി. അവിടെ ജോലി നഷ്ടപ്പെട്ടിട്ട് അദ്ദേഹം തിരുവല്ലായിൽ വന്നു. അപ്പം ഞങ്ങൾ ആ കാലത്ത് ഉപവാസ പ്രാർത്ഥന ചർച്ചിൽ നടത്തുന്ന സമയമാണ്. റജി ബ്രദർ ചർച്ചിൽ വന്നിരുന്നു, കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒരു ജോലിക്ക് വേണ്ടി.
ദൈവമക്കളെ, ആ പ്രാർത്ഥനകളുടെ മധ്യേ അദ്ദേഹത്തിന് ഒരു അപ്പോയിൻമെന്റ് ലെറ്റർ കിട്ടി. മൂഴിയാർ പവർ ഹൗസിൽ ജനറേറ്റർ ഓപ്പറേറ്റർ ആയിട്ട് തനിക്ക് ഗവൺമെന്റ് സെക്ടറിൽ ജോലി കിട്ടി. ഭയങ്കര സന്തോഷമായി റജി ബ്രദറിന്. അപ്പോയിൻമെന്റ് ലെറ്ററുമായിട്ട് അദ്ദേഹം പാസ്റ്ററിന്റെ അടുക്കൽ വന്നു. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പാസ്റ്ററെ, ജനറേറ്റർ ഓൺ ചെയ്യുക, ഓഫ് ചെയ്യുക, ഒത്തിരി കഷ്ടപ്പാടൊന്നുള്ള ജോലിയല്ല, എല്ലാ ആനുകൂല്യങ്ങളും എനിക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം എത്ര നല്ലവനാ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ ലെറ്ററുമായിട്ട് ചർച്ചിൽ വന്നത് ഓർക്കുന്നു. ഞങ്ങളുടെ സീനിയർ പാസ്റ്റർ ആ ലെറ്റർ കയ്യിലെടുത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പം ദൈവാത്മാവ് ശക്തമായി ഇടപെടാൻ തുടങ്ങി. റജിയോട് പറയണം, ഈ ജോലി ഞാൻ കൊടുത്തതല്ല, ഈ ജോലി ഒരു അപകടമാണ്, ഇതിന് പിൻപിൽ നിനക്കറിയാത്തൊരു അപകടമുണ്ട്, ഈ ജോലിക്ക് നീ പോകണ്ട, നിനക്ക് മറ്റൊരു ജോലി ഞാൻ തരാം എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നെന്ന് പറയുവാനായി ശക്തമായി പാസ്റ്ററോട് ദൈവം ഇടപെടുകയാണ്. അങ്ങനെ പാസ്റ്റർ ഈ കാര്യം റജി ബ്രദറിനോട് പറഞ്ഞു. റജി ബ്രദറിന് ആമേൻ ഹൃദയത്തിൽ വലിയ വിഷമം ഉണ്ടായി. അദ്ദേഹം അവിടെ നിന്ന് വീട്ടിലേക്ക് പോയി. ആദ്യം കുറച്ച് സങ്കടപ്പെട്ടൊക്കെ പോയെങ്കിലും പിന്നീട് അദ്ദേഹം ഇരുന്ന് ആലോചിച്ചിട്ട് തീരുമാനിച്ചു, ആ ജോലിക്ക് പോകണ്ട. സ്തോത്രം. അങ്ങനെ ആ ജോലി താൻ വേണ്ടെന്ന് വെച്ചു. അപ്പോൾ അവിടെ നിന്ന് 6 കിലോമീറ്ററുകൾക്ക് അപ്പുറയുള്ള വേറൊരു സഹോദരൻ ആ ജോലി കിട്ടി. അയാള് ലോട്ടറി അടിച്ചതുപോലെയുള്ള സന്തോഷത്തോടെ ആ ജോലിക്ക് കടന്നുപോയി. ദൈവമക്കളെ, 2-3 ആഴ്ചകൾ അങ്ങനെ മുന്നോട്ടേക്ക് പോയി. അത്രയും ദിവസങ്ങൾ റജി ബ്രദർ ചോദിച്ചു കൊണ്ടേയിരുന്നു, എന്തുകൊണ്ട് ദൈവമേ എന്നോട് അങ്ങ് ഇങ്ങനെ ചെയ്തു? എത്ര നല്ല ജോലി എനിക്ക് കിട്ടിയതാ, എന്തിനാ അങ്ങ് അത് തട്ടിക്കളഞ്ഞത്? എനിക്ക് പകരം ആ സഹോദരന് ജോലി കിട്ടി, അയാൾ സന്തോഷമായി പോകുന്നല്ലോ, എന്നാലും എന്നോട് എന്തിനിങ്ങനെ ചെയ്തു എന്ന് ഹൃദയത്തിൽ ചോദിച്ചു കൊണ്ടിരുന്നു. ഞങ്ങളോടൊന്നും പറഞ്ഞില്ല, ഉള്ളിൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരുന്നു. 3 ആഴ്ച കഴിഞ്ഞപ്പോൾ കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് അന്നത്തെ TV-യിലെ പത്രങ്ങളിലെ ബ്രേക്കിംഗ് ന്യൂസ് ആയിരുന്നു ആ കാലത്ത്. മൂഴിയാർ പവർ ഹൗസിൽ ജനറേറ്റർ പൊട്ടിത്തെറിച്ചു. സ്തോത്രം. 2-3 പേർക്ക് വലിയ അപകടമുണ്ടായി. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, സ്തോത്രം. ഈ റജി ബ്രദറിന് പകരം ജോലി കിട്ടിയ സഹോദരൻ ജനറേറ്റർ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്ന തൻ്റെ ഷിഫ്റ്റിലാണ് ജനറേറ്റർ പൊട്ടിത്തെറിച്ചത്. സ്തോത്രം. ആമേൻ. ഈ റജി ബ്രദറിന് പകരം ജോലി കിട്ടിയ ആ സഹോദരന്റെ ശരീരം പൊള്ളലേറ്റു. സ്തോത്രം. വെന്തുപോയി. ആമേൻ. ഈ സംഭവം അറിഞ്ഞ റജി ബ്രദർ ചർച്ചിൽ വന്ന് സാക്ഷ്യം പറഞ്ഞു. സ്തോത്രം. 3 ആഴ്ചകൾക്ക് മുമ്പ് എനിക്ക് കിട്ടിയ ജോലിയായിരുന്നു അത്. ഞാനായിരുന്നു ഇന്ന് പോയി ഈ ദുരന്തത്തിൽ പെടേണ്ടത്. എന്നാൽ അന്ന് അപ്പോയിൻമെന്റ് ലെറ്ററുമായി പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ പരിശുദ്ധാത്മാവ് ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് ഞാൻ ആ ജോലി വേണ്ടെന്ന് വെച്ചത്. എന്നാൽ കഴിഞ്ഞ 3 ആഴ്ചയായി ഞാൻ ചോദിച്ചു കൊണ്ടേയിരുന്നു, എന്തുകൊണ്ട് ദൈവമേ എന്നോട് നീ ഇങ്ങനെ ചെയ്തു എന്ന്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ മരിക്കാതെ ഇന്നും ജീവിച്ചിരുന്ന് യേശുവിനെ സാക്ഷി പറയേണ്ടതിന് നന്മയ്ക്കായി കർത്താവ് അത് ചെയ്തതായിരുന്നു. ഇന്ന് രാത്രി വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ദൈവവൈതലേ, നീ പ്രാർത്ഥിച്ചൊരു കാര്യം തിരഞ്ഞെടുക്കാമെങ്കിൽ നിന്റെ കണ്ണിന് കാണാൻ കഴിയാത്ത അനർത്ഥങ്ങൾ ദൈവത്തിനറിയാം. ദൈവം നിനക്ക് സകലതും നന്മയ്ക്കാക്കിയേ മാറ്റൂ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ളവർ കരമേർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കാം. അതുകൊണ്ട് പണ്ട് ഈ മുട്ടൻ ഗീവർഗീസ് പാസ്റ്റർ തോന്നുന്നു ഇങ്ങനെ ഒരു പാട്ട് പാടിയപ്പം മുട്ടൻ ഗീവർഗീസ് പാസ്റ്റർ ഇങ്ങനെ പാടിയിട്ടുണ്ട്, കൈപ്പുള്ള വെള്ളം കൂടി ചീടിലും കൽപ്പന പോലെ നടം നീടണം, ഏൽപ്പിക്കയില്ലവൻ ശത്രു കയ്യിൽ, സോർപ്പൂരം നീയാണയും വാരെയും ആഴലേറും ജീവിത നീ തളരുകയോ ഇനി സഹജേ ആഴലേറും കരങ്ങളെ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. സ്തോത്രം. കൈപ്പുള്ള വെള്ളം കുടിക്കേണ്ടി വന്നാലും കൽപ്പന പോലെ നടക്കണം. സന്തോഷമുള്ളവർ ചേർന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ദൈവമക്കളെ, പ്രാർത്ഥിച്ചാണ്
നാം ഒരു കാര്യം തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ആദ്യം കയ്പാകിലും പിന്നീടത് മധുരമാകും. എന്നാൽ ദൈവഹിതം ആരായാതെ ഒരു കാര്യത്തിന് നാം സ്റ്റെപ്പ് വെച്ചാൽ ആദ്യം മധുരമെന്ന് തോന്നും, പിന്നീടത് കയ്പിലേക്ക് ചെന്ന് ചാടും. ഇന്ന് ഈ വചനം കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ചെറുതോ വലുതോ ആയ കാര്യം നിന്റെ ജീവിതത്തിൽ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചു വേണം അത് ചെയ്യുവാനായി. കരമേർത്തി ഹല്ലേലൂയ പറയാം. അടുത്തത് നമുക്ക് കാണുവാനായി കഴിയുന്നത് മർക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 6-ാമത്തെ അധ്യായം. മർക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 6-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. വരുന്നവരും പോകുന്നവരും വളരെ ആയിരുന്നതിനാൽ അവർക്ക് ഭക്ഷിപ്പാൻ പോലും സമയമില്ലായക കൊണ്ട് അവൻ അവരോട് നേരിട്ട് വന്ന് അല്പം ആശ്വസിച്ചുകൊള്ളുവീൻ എന്ന് പറഞ്ഞു. ഓക്കെ, സ്തോത്രം. ഇവിടെ നമുക്ക് കാണുവാനായി കഴിയുന്നത്, സ്തോത്രം, വരുന്നവരും പോകുന്നവരും അധികമായതുകൊണ്ട്, സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവർക്ക് ഭക്ഷിപ്പാൻ പോലും സമയം ഇല്ലാതെയായി. സ്തോത്രം. അപ്പൊ യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ കാലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, ഒരുപാട് ജനം യേശു കർത്താവിൻ്റെ അടുക്കൽ രോഗസൗഖ്യങ്ങൾക്കും വ്യാധികളിൽ നിന്ന് വിടുതൽ കിട്ടുവാനും ഭൂതങ്ങൾക്ക് ഒരു ശമനമുണ്ടാകേണ്ടതിന്, ഭൂതബാധയിൽ നിന്ന് ശമനമുണ്ടാകേണ്ടതിനൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരുന്നത് കൊണ്ട് അവർക്ക് കഴിക്കാൻ പോലും നേരമില്ലാതെ അവർ ക്ഷീണത്തിലായിരുന്നു. കരമേർത്തി ദൈവത്തിന് സ്തോത്രം. അപ്പോൾ യേശു കർത്താവും തന്നോടൊപ്പം ശിഷ്യന്മാരുമുണ്ട്. അതുകൊണ്ടാണ് യേശു പറയുന്നത്, ഇനി വരുന്നവരും പോകുന്നവരും ഒത്തിരി ആയതുകൊണ്ട് കഴിക്കാൻ പോലും അവർക്ക് സമയമില്ലാത്തത് കൊണ്ട് നിങ്ങൾ വന്ന് അല്പം വിശ്രമിക്കുവാൻ കർത്താവ് അവിടെ പറയുകയാണ്. സ്തോത്രം. നിങ്ങൾ ഒരു ഏകാന്ത സ്ഥലത്ത് വേറിട്ട് വന്ന് അല്പം ആശ്വസിച്ചു കൊള്ളുവിൻ എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ അടുത്ത വാക്യം വായിക്കുമ്പോൾ, അങ്ങനെ അവർ പടകിൽ കയറി ഒരു ഏകാന്ത സ്ഥലത്ത് വേറിട്ട് പോയി. അവർ പോകുന്നത് പലരും കണ്ടറിഞ്ഞ് എല്ലാ പട്ടണങ്ങളിൽ നിന്നും കാൽനടയായി അവിടേക്ക് ഓടി അവർക്ക് മുമ്പേ എത്തി. അവൻ പടകിൽ നിന്ന് ഇറങ്ങിയാരെ വലിയ പുരുഷാരത്തെ കണ്ട് അവർ ഇടയിലില്ലാത്ത ആടുകളെ പോലെ ആകൊണ്ട് അവരിൽ മനസ്സലിഞ്ഞ് വീണ്ടും ഉപദേശിക്കാൻ തുടങ്ങി. ചേർന്ന് ദൈവത്തിന് നമുക്ക് കൊടുക്കാം. അപ്പൊ ദൈവമക്കളെ, ഇങ്ങനെ 10,000-കണക്കിന് ആളുകൾ യേശുവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി തിക്കിത്തിരക്കുകയാ. അപ്പൊ ഇതിൽ നിന്നൊരല്പം ആശ്വാസം കിട്ടേണ്ടതിന് അവര് ഒരു ഏകാന്ത സ്ഥലത്തേക്ക് പോവുകയാ. അവിടേക്കും ജനം അറിഞ്ഞു വരിക. സ്തോത്രം. ആ സമയം ഞങ്ങളൊക്കെ ആണെങ്കിൽ പറയും, അയ്യോ ഇനി വയ്യ കേട്ടോ, പിന്നെ വാ എന്ന് ഞങ്ങളൊക്കെ ആണെങ്കിൽ പറയും. സ്തോത്രം. എന്നാൽ യേശു അങ്ങനെയല്ല. ഈ വലിയ പുരുഷാരത്തെ കണ്ടപ്പോൾ തൻ്റെ ക്ഷീണമൊക്കെ മറന്ന് വീണ്ടും മനസ്സലിഞ്ഞ് അവർക്ക് ഉപദേശം കൊടുക്കാൻ തുടങ്ങി. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാം. അപ്പം യേശു ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനാ ജീവിതവും ശുശ്രൂഷയും പഠിച്ചു വരുമ്പോൾ മനസ്സിലാകുന്ന അടുത്ത കാര്യമെന്ന് പറയുന്നത്, സ്തോത്രം, പ്രിയ ദൈവമക്കളെ, 5-ാമത്തെ കാര്യമെന്ന് പറയുന്നത്, എത്ര ക്ഷീണമുണ്ടെങ്കിലും കർത്താവ് വീണ്ടും പ്രാർത്ഥിക്കുമായിരുന്നു. ചേർന്ന ദൈവത്തിന് മഹത്വം കൊടുക്കുക. ക്ഷീണിച്ചും തളർന്നും ഇരിക്കുമ്പോൾ കർത്താവ് പ്രാർത്ഥിക്കും. നമ്മൾ ഇതേ ഭാഗം പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ദാവീദിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. 1 ശമൂവേലിൻ്റെ പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 1 ശമൂവേൽ 30-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. അപ്പോൾ ദാവീദും കൂടെയുള്ള ജനവും കരവാൻ ബലമില്ലാതാകുവോളം ഉറക്കെ കരഞ്ഞു. ഇതെന്നാ സംഭവം എന്നറിയാമോ? ദാവീദ് ദൈവത്തെ സ്നേഹിച്ച ഒരാളായിരുന്നു എന്ന് നമുക്കറിയാമല്ലോ. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരം ജീവിച്ച മനുഷ്യനായിരുന്നു ദാവീദ് എന്ന് നമുക്ക് വചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായി സാധിക്കുന്നുണ്ട്. ദാവീദ് ദൈവത്തെ സ്നേഹിച്ചിട്ടും സേവിച്ചിട്ടും സിക്ലാഗിൽ വെച്ച് അമാലേക്യര് വന്ന് ദാവീദിൻ്റെ ഭാര്യമാരെയും മക്കളെയും തനിക്കുള്ള സകലത്തെയും അപഹരിച്ചു കൊണ്ട് പോയതായിട്ടാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. ആ സമയം ദാവീദ് ഒരു യുദ്ധത്തിലായിരുന്നു. യുദ്ധം ചെയ്ത് തിരിച്ചു വന്നപ്പോൾ
ഭാര്യയെയോ മക്കളെയോ ഒന്നും കാണാതെയായിട്ട് എല്ലാം നഷ്ടപ്പെട്ടത് ദുഃഖത്തോടുകൂടി ദാവീദ് കരയാൻ ബലമില്ലാതാകുവോളം കരഞ്ഞു. നമ്മളതിൻ്റെ 1 മുതലുള്ള വാക്യത്തിൽ അത് വായിക്കുന്നുണ്ട്. ദാവീദും അവൻ്റെ ആളുകളും 3-ാം ദിവസം സിക്ലാഗിലെത്തിയപ്പോൾ അമാലേക്യർ തെക്കേ ദേശവും സിക്ലാഗും ആക്രമിച്ച് സിക്ലാഗിനെ ജയിച്ചതിനെ തീ വെച്ചു ചുട്ടുകളഞ്ഞിരുന്നു. അവിടെയുള്ള വലിയവരും ചെറിയവരുമായ സ്ത്രീകളെ പിടിച്ചുകൊണ്ട് തങ്ങളുടെ വഴിക്ക് പോയതല്ലാതെ ആരെയും കൊന്നില്ല. അടുത്ത വാക്യം, ദാവീദും അവൻ്റെ ആളുകളും പട്ടണത്തിലേക്ക് വന്നപ്പോൾ അത് തീ വെച്ച് ചുട്ടിരിക്കുന്നതും ഭാര്യമാരെയും പുത്രന്മാരെയും അടിമകളായി കൊണ്ടുപോയിരിക്കുന്നതും കണ്ടു. അപ്പോൾ ദാവീദും കൂടെയുള്ള ജനവും കരവാൻ ബലമില്ലാതാകുമ്പോളം ഉറക്കെ കരഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദാവീദിന് സ്വന്തമായതെല്ലാം ശത്രു സൈന്യം അപഹരിച്ചു കൊണ്ടുപോയി. തൻ്റെ പിള്ളേരെ എല്ലാം കൊണ്ടുപോയി. താൻ നേടിയെടുത്തതെല്ലാം അവിടെ തീർന്നു എന്ന് തോന്നിയ ഒരവസ്ഥ ദാവീദിന് വന്നു. കാരണം അന്ന് കാലത്തൊക്കെ ശത്രുക്കൾ അപഹരിച്ചു കൊണ്ടുപോയാൽ ചിലപ്പോൾ കൊണ്ടുപോകുന്ന സമയത്ത് കണ്ണ് കുത്തിപ്പൊട്ടിച്ച് കളയും, കൊണ്ടുപോകുന്ന സമയത്ത് ചിലപ്പോൾ അവർ വെട്ടി അരിഞ്ഞു കളയും. അതുകൊണ്ടാണ് ദാവീദിന് സങ്കടം തോന്നിയത്. എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു എന്ന അവസ്ഥയിൽ അദ്ദേഹം കരവാൻ ബലമില്ലാതാകുമ്പോളം കരഞ്ഞു. ആരുടെ അടുക്കല കരഞ്ഞെന്നറിയോ? യഹോവയുടെ അടുക്കൽ തന്നെ. കരമേർത്തെ ദൈവത്തിന് മഹത്വം കൊടുക്കാം. സ്തോത്രം, ആമേൻ. അത് അതിൻ്റെ 8-ാം വാക്യത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. 30-ാം അധ്യായം 8-ാം വാക്യം ഒന്ന് വായിച്ചേ. എന്നാറെ ദാവീദ് യഹോവയോട്, ഞാൻ ഈ പരീക്ഷ മതി. എന്നാൽ ദാവീദ് ആരോട്? യഹോവയോട്. അപ്പോ ദാവീദ് യഹോവയെ സേവിച്ചവനാണ്. എന്നിട്ടും ദാവീദിന്റെ ജീവിതത്തിൽ കഷ്ടവും ക്ഷീണവും വന്നു. അത് വന്നിട്ടും യഹോവയുടെ സന്നിധിയിൽ തന്നെയാണ് ദാവീദ് കരഞ്ഞത്. അതുകൊണ്ട് എന്താ സംഭവിച്ചേ? അതിന്റെ താഴെ എഴുതിയിട്ടുണ്ട്, ദാവീദ് പുറപ്പെട്ടു, ആ പിടിച്ചുകൊണ്ടുപോയ അമാലേക്കിനോട് യുദ്ധം ചെയ്തു. ദൈവം ദാവീദിന് ജയം കൊടുത്തു. അവരുടെ ഭാര്യമാർക്കോ മക്കൾക്കോ ഒരു പോറൽ പോലും ഇല്ലാതെ സർവശക്തൻ തിരിച്ചു കൊടുത്തു. കരമേർത്തെ കർത്താവിന് മഹത്വം കൊടുക്കാം. അപ്പൊ നമുക്ക് ഈ വാക്യത്തിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ദൈവമക്കളെ, നാം കർത്താവിനെ സേവിച്ചാലും നാം ദൈവത്തെ ആരാധിക്കുന്നവരായാലും നമ്മുടെ ജീവിതത്തിൽ ചില കഷ്ടങ്ങളൊക്കെ കടന്നു വരും, ചില പ്രതികൂലങ്ങളൊക്കെ നമുക്ക് വരും. യേശു തന്നെ പറഞ്ഞ വാക്യം മറക്കരുത്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കഷ്ടങ്ങൾ നമുക്കുണ്ട്, പക്ഷെ കഷ്ടത്തെ ജയിച്ച ദൈവം കൂടെയുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് കഷ്ടം വരുമ്പോൾ അവർ തകർന്നു പോകും. എന്നാൽ ദൈവ കുഞ്ഞുങ്ങൾക്ക് കഷ്ടം വരുമ്പോൾ ജയിച്ച ദൈവം അതിൻ്റെ മധ്യേ പോക്കുവഴികൾ തന്ന് നടത്തും. അതാണ് യഥാർത്ഥ ബൈബിൾ ഉപദേശം. ചേർന്ന ദൈവത്തിന് മഹത്വം കൊടുക്കാം. ചിലർ ചിന്തിക്കുന്നത് യേശുവിനെ വിളിച്ചാൽ ഒരു കാലത്തും ഇനി വീഴ്ചയില്ല എന്ന. ഒരിക്കലുമല്ല. ബൈബിളിൽ എഴുതിയിരിക്കുന്നത് നീതിമാൻ വീണാലും നിലംപരിച്ചാകെയില്ല എന്ന. അപ്പൊ നീതിമാന്റെ ജീവിതത്തിലും വീഴ്ചകൾ ഉണ്ടാകും. ആമേൻ. അതില്ല എന്ന് ബൈബിൾ പറഞ്ഞിട്ടില്ല. പക്ഷേ വീണാലും കർത്താവിനെ തന്നെ അവൻ മുറുകെ പിടിക്കുന്നതിനാൽ നിലംപരിച്ചാകില്ല. അല്ലാത്തവൻ വീണാൽ അതോടെ തീരും. കരമേർത്തെ കർത്താവിന് മഹത്വം കൊടുക്കാം. ഇനി നീതിമാന്റെ ജീവിതത്തിൽ അനർത്ഥങ്ങളില്ല എന്നാരും കരുതരുത്. ബൈബിളിൽ എഴുതിയിരിക്കുന്നത് നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, എങ്കിലും അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അതുകൊണ്ട് ഇന്ന് ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, യേശുവേ, എത്രയോ നാളുകളായി ഞാൻ അങ്ങയെ വിളിക്കുന്നു, എത്രയോ നാളായി ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, എന്നിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് ഈ കഷ്ടം, എന്നും എന്തുകൊണ്ടാണ് ഈ പ്രതികൂലം എന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ ഇന്ന് രാത്രി നിങ്ങൾ മനസ്സിലാക്കുക, അവൻ കഷ്ടങ്ങൾ നമുക്കുണ്ട്, പക്ഷേ അതിനെ ജയിച്ച കർത്താവ് അതിനും നടുവിൽ നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ നിത്യതയോളം നടത്തുവാൻ മതിയായവനാണ്. ചേർന്ന് ഹല്ലേലൂയ പറയാം. സ്തോത്രം. ഇതാണ് ഇവിടെ നമ്മൾ ദാവീദിനെ കുറിച്ച് കാണുന്നത്. ദൈവത്തെ സേവിച്ചു ദാവീദ്, എന്നിട്ടും കഷ്ടം വന്നു, പക്ഷേ യഹോവയോട് എന്നിട്ടും പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വിടുതലുണ്ടായി. ഹന്ന ഇങ്ങനെ തന്നെയായിരുന്നു. സ്തോത്രം. ഹന്ന യഹോവയുടെ ആലയത്തിൽ നേർച്ച കഴിക്കുന്നവളായിരുന്നു. സ്തോത്രം. എന്നിട്ടും തൻ്റെ പ്രതിയോഗിയായി പെനീനെ തന്നെ വ്യസനിപ്പിക്കുമായിരുന്നു. ആമേൻ. തൻ്റെ പ്രതിയോഗി തന്നെ വ്യസനിപ്പിക്കുമ്പോഴും ഹന്ന ദൈവസന്നിധിയിൽ പോയി തൻ്റെ ഹൃദയം കർത്താവിന് മുമ്പിൽ പകരുമായിരുന്നു.
അവസാനം എന്താ സംഭവിച്ചേ? ഹന്നായുടെ ഉള്ളം ദൈവം അറിഞ്ഞു. പെനീനായിക്കോ എൽക്കാനയ്ക്കോ ഏലിക്കോ പോലും ആ ഹൃദയം അറിയാതിരുന്നപ്പോൾ യഹോവ ആ ഹൃദയം അറിഞ്ഞു. ഹന്നായിക്കൊരു മറുപടി കൊടുത്തു. അതാണ് ശമൂവേൽ എന്ന പ്രവാചകൻ. ചേർന്ന ദൈവത്തിനെ സ്തോത്രം ചെയ്യും. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, ഹന്ന സ്തോത്രം യേശുവിനെ സേവിച്ചവളാണ്. എന്നിട്ടും കഷ്ടങ്ങൾ വന്നു. എന്നിട്ടും ഹന്ന യേശുവിനെ തന്നെ മുറുകെ പിടിച്ചു. അപ്പോൾ കർത്താവ് അവളുടെ കഷ്ടങ്ങളിൽ നിന്ന് വിടുവിച്ചു. ദാവീദ് ദൈവത്തെ സേവിച്ചവനാണ്. എന്നിട്ടും പ്രതികൂലം വന്നു. പ്രതികൂലത്തിന് നടുവിലും ദാവീദ് യേശുവിനെ തന്നെ മുറുകെ പിടിച്ചു. അതുകൊണ്ട് ദൈവം നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കൊടുത്തു. മനസ്സിലാകുന്നവർ ഹല്ലേലൂയ പറയാം. യേശു കർത്താവ് ശിഷ്യന്മാരും ശുശ്രൂഷകരുടെ ആധിക്യത്താൽ ക്ഷീണിതരായി. എന്നിട്ടും ജനം അവരുടെ അടുക്കൽ വന്നപ്പോൾ ക്ഷീണങ്ങൾ മറന്ന് വീണ്ടും അവർ അവരെ ശുശ്രൂഷിക്കുകയാണ്. ഇതിൽ നിന്ന് ദൈവജനമായ നമ്മോട് കർത്താവിന് പറയാനുള്ളത്, ദൈവത്തെ ആരാധിച്ചിട്ടും കഷ്ടങ്ങളും പ്രതിസന്ധികൾ വന്നാലും നീ കർത്താവിനെ വിട്ടുപോകാതെ ഉറച്ചു നിൽക്കാമെങ്കിൽ അതിന് നടുവിൽ ദൈവത്തിന്റെ മഹത്വത്തെ വീണ്ടും ദൈവം നിന്നെ കാണിച്ചു തരും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ലാസറിന്റെ കല്ലറയ്ക്കകത്ത് വരുമ്പോൾ യേശു പറയുന്നത്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഈ ദീനം സ്തോത്രം ദൈവത്തിന്റെ നാമം മഹത്വപ്പെടേണ്ടതിനാണ് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പം എനിക്കിതിൽ നിന്ന് നിങ്ങളോട് പറയാനുള്ള മെസ്സേജ് എന്ന് പറയുന്നത്, എത്ര ക്ഷീണത്തിൻ്റെ നടുവിലും പ്രാർത്ഥിക്കണം, എത്ര പ്രതിസന്ധികളുടെ നടുവിലും പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയിൽ മടുത്തു പോകരുത്. ഇന്ന് ഈ വചനം കേൾക്കുന്ന ചില പ്രിയപ്പെട്ടവര് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എത്ര വർഷമായി ദൈവമേ ഞാൻ ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇതുവരെയും ഒരു മറുപടി കിട്ടിയിട്ടില്ലല്ലോ എന്ന് വിചാരിക്കുന്ന നിങ്ങളോട് ഞാൻ വീണ്ടും പറയുന്നു, ഏലിയാവ് 6 പ്രാവശ്യം മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, മറുപടി കിട്ടിയില്ല. എന്നാൽ 7-ാം പ്രാവശ്യം വീണ്ടും മടുത്തു പോകാതെ പ്രാർത്ഥിക്കുമ്പോഴാണ് കൈപ്പത്തി പോലൊരു മേഘം ഏലിയാവിനെ ദൈവം കാണിക്കുന്നത്. അപ്പോൾ 6 വട്ടം പ്രാർത്ഥിച്ചപ്പോൾ നിർത്തിയിരുന്നെങ്കിൽ മറുപടി കിട്ടില്ലായിരുന്നു. എന്നാൽ മടുത്തു പോകാതെ വീണ്ടും 7-ാം വട്ടം മുട്ടുകുത്തിയ ഭക്തനെ ദൈവം ഓർത്തുവെങ്കിൽ നീ തളർന്നു പോകരുത്. എൻ്റെ പപ്പ ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിയിട്ടും 12 വർഷം വരെ കുടിയനായിരുന്നു. സ്തോത്രം. ദൈവമക്കളെ, പലപ്പോഴും ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ പപ്പ കുടിച്ച് ബഹളം വയ്ക്കാറുണ്ട്. കുടിച്ച് കാനയിലൊക്കെ കിടക്കും, വഴിയരികിലൊക്കെ കിടക്കാറുണ്ട്. ഇപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളവരൊക്കെ എന്നെ കളിയാക്കിയിട്ടുണ്ട്, നീ എന്തിനാണ് യേശു യേശു എന്ന് പറഞ്ഞ് നടക്കുന്നത്? ആദ്യം നിന്റെ പപ്പായെ ഗുണമാക്കടാ, എന്നിട്ട് നാട്ടുകാരെ നന്നാക്കാൻ പോ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ബന്ധുക്കളിൽ തന്നെ ചിലരും എന്നോട് ആ നാളുകളിൽ കളിയാക്കി എന്നെ പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. ദൈവമക്കളെ, ഹൃദയത്തിൽ വിഷമം തോന്നിയിട്ടുണ്ട്. എന്നാലും മടുത്തു പോകാതെ പിടിച്ചു നിൽക്കാൻ ദൈവം കൃപ തന്നു. കരമേർത്തി ഹല്ലേലൂയ പറയാം. നിങ്ങളൊന്ന് ആലോചിച്ച്, ഞാൻ അന്നും ഈ തിരുവനന്തപുരത്തും അതുപോലെ തന്നെ തിരുവല്ലായിലും മാവേലിക്കരയിലും സ്തോത്രം പല സ്ഥലങ്ങളിലും അന്നും യാത്ര ചെയ്യുമായിരുന്നു. യാത്ര ചെയ്ത് യേശു നല്ലവനാണെന്ന് 3 ദിവസം ചർച്ചകളിൽ പ്രസംഗിച്ച് തിരിച്ച് വീട്ടിൽ വരുമ്പോഴാണ് എൻ്റെ അപ്പൻ കുടിച്ച് കാനയിലും വഴിയിലും കിടക്കുന്നത്, നാട്ടുകാരെന്നെ കളിയാക്കുന്നത്. സ്തോത്രം. എന്നാലും ഞാൻ ഉറച്ച് തീരുമാനിച്ചു, അപ്പൻ്റെ വേല വിട്ട് പോകത്തില്ല. സ്തോത്രം. എന്തു വന്നാലും പോകത്തില്ല. ദൈവമക്കളെ, ഇതിൽ ചില ദിവസങ്ങളെങ്കിലും ഞാനും ചിന്തിച്ചിട്ടുണ്ട്, ഇനി ഈ പപ്പ ശരിയാകില്ലായിരിക്കും എന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. അവിടെയൊക്കെ പരിശുദ്ധാത്മാവ് വചനം തന്ന് ബലപ്പെടുത്തും. കുഞ്ഞെ, തളരരുത്, ഈ അപ്പൻ നിന്നോട് കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ദിവസം നീ കാണും. കരമേർത്തി ഹല്ലേലൂയ പറയാം. ദൈവമക്കളെ, 12 വർഷം വരെയും ഞാൻ സുവിശേഷ വേലയ്ക്ക് 2003 ഇറങ്ങിയതാണ്. സ്തോത്രം. എന്നാൽ 2015 ആണ്ട് വരെ എൻ്റെ അപ്പൻ്റെ മാനസാന്തരം കാണുവാൻ സാധിച്ചില്ല. 2015 ഒടുവിൽ ദൈവം അപ്പനെ തൊട്ടത് കാണുവാൻ കർത്താവ് ഭാഗ്യം തന്നു. സ്തോത്രം. ആമേൻ. ഈ അപ്പൻ പിന്നീട് ആമേൻ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 4 കൊല്ലത്തോളം ഞങ്ങൾ ഒരുമിച്ച് പാടുവാനും പ്രാർത്ഥിക്കുവാനും ആമേൻ സ്നാനമേൽക്കുവാനും ഒരുമിച്ച് സഭകളിൽ പോകുവാനൊക്കെ ദൈവം പിന്നീട് അവസരങ്ങൾ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ഈ വചനം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ വീണ്ടും പറയട്ടെ, 12 വർഷക്കാലം പ്രാർത്ഥിച്ചപ്പോൾ സ്തോത്രം അപ്പൻ്റെ വിടുതൽ എൻ്റെ കണ്ണിൽ കാണാതിരുന്നപ്പോൾ സ്തോത്രം എൻ്റെ കർത്താവ് അവിശ്വസ്തനല്ലായിരുന്നു. അടുത്ത ദിവസങ്ങളിൽ ആ അപ്പൻ്റെ മാനസാന്തരം ഈ കണ്ണുകൊണ്ട് തന്നെ കാണുവാൻ എൻ്റെ കർത്താവ് എനിക്ക് ഇട തന്നത് എൻ്റെ അനുഭവമാണെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളും മടുക്കരുത്. കരമേർത്തി ഹല്ലേലൂയ പറയാം. സ്തോത്രം. അതുകൊണ്ടാണ് യേശു ഇങ്ങനെയൊരു പദം എടുത്തു പറയുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ
1-ാമത്തെ വാക്യത്തിൽ അത് നമുക്ക് കാണാൻ കഴിയും. ഒന്ന് വായിക്കാമോ? ലൂക്കോസ് 18-ാം അധ്യായം 1-ാം വാക്യം. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്നുള്ളതിന് അവരോട് ഒരു ഉപമ പറഞ്ഞു. മതി. എങ്ങനെ, എന്ത് ചെയ്യണം? മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറയാം. അപ്പൊ യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനാ ജീവിതത്തിന്റെ പ്രത്യേകതയാ, എത്ര ക്ഷീണവും തളർച്ചയും ഉള്ളപ്പോഴും കർത്താവ് മടുത്തു പോകാതെ പ്രാർത്ഥിക്കും, മടുത്തു പോകാതെ ശുശ്രൂഷിക്കും. ഹല്ലേലൂയ. അതിന് കർത്താവ് ഒരു ഉപമയും നമുക്ക് പറഞ്ഞു തരികയാണ്. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ 2022 നിങ്ങളുടെ നടുവിൽ ഇവിടെ വന്നിരുന്നല്ലോ. അന്ന് ഞാൻ ഇതുപോലെ എനിക്കൊന്ന് 91-ാം സങ്കീർത്തനത്തെ ആസ്പദമാക്കിക്കൊണ്ട് അന്ന് ഞാൻ നിങ്ങളോട് സുവിശേഷം പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് ഞാനിങ്ങനെ പല സാക്ഷ്യങ്ങൾ പറയുന്നത് അന്ന് ഇവിടെ ഈ മീറ്റിങ്ങിന് വന്ന ഒരു പാസ്റ്റർ കേട്ടുകൊണ്ടിരുന്നു. അന്ന് സുനിൽ പാസ്റ്ററോട് ഇവിടെ ഇരിക്കുന്നത് പോലെ തന്നെ എനിക്കൊന്ന് ആൽബർട്ട് എന്നാന്ന് തോന്നുന്നു, ഒരു പാസ്റ്റർ അന്ന് ഇവിടെ ഉണ്ടായിരുന്നു. സ്തോത്രം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം റെക്കോർഡിംഗ് എടുത്ത് കേട്ടപ്പോൾ ആ ടെസ്റ്റിമണി വീണ്ടും ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതെടുത്ത് കേൾക്കുവാനിട വന്നു. അപ്പം അന്ന് ഇവിടെ ഇതുപോലെ തന്നെ 2022 കൺവെൻഷന് ഞാൻ വന്ന സമയത്ത് ആ പാസ്റ്റർ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഞാൻ ഈ പറയുന്ന സാക്ഷ്യങ്ങളൊക്കെ കേട്ട് മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററേ ഞാനൊരു സാക്ഷ്യം പറയട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറയാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതാ, സ്തോത്രം, എനിക്ക് 2 ആൺകുട്ടികളാണ് പാസ്റ്ററെ. അതിൽ ചെറിയ കുഞ്ഞ്, സ്തോത്രം, അന്ന് പാസ്റ്റർ പറഞ്ഞത് എൻ്റെ ഓർമ്മയിലുള്ളതാണ്. ചെറിയ മകന്, അവന് സ്തോത്രം 2012 അവൻ്റെ കാലിൽ ആണി കയറിയിട്ട് അത് സെപ്റ്റിക്കായി, ടെറ്റനസ് എന്ന് പറയുന്ന ഒരു രോഗമായി അത് മാറി. പഴുപ്പ് കയറി തലച്ചോറ് വരെ അത് കയറി പിടിച്ചു എന്നാണ് പറഞ്ഞത്. ദൈവമക്കളെ, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് SAT-യിൽ അന്ന് കുട്ടിയെ കൊണ്ടുപോയി ഇട്ടു. അവരെ 3 ദിവസം രാവും പകലും മരുന്ന് കയറ്റിക്കൊണ്ടിരുന്നു, വിടുതലില്ലാതെ. പിന്നീട് 13 ദിവസത്തോളം വെന്റിലേറ്ററിലിട്ടു. അതിൽ 9-ാമത്തെ ദിവസമായപ്പോൾ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, കൊച്ച് മരിച്ചു. ഈ വെന്റിലേറ്റർ കണക്ട് ചെയ്തിട്ടിരിക്കുന്നത് കൊണ്ടാണ് ഈ കൊച്ചിന് ശ്വാസോച്ഛ്വാസമെങ്കിലും ഉള്ളത്. ഇനി ഇതിട്ടിട്ട് കാര്യമില്ല, ഡെഡ് ബോഡി കൊണ്ടുപോകാനുള്ള ക്രമീകരണം നിങ്ങൾ ചെയ്യൂ എന്ന് ദൈവദാസനോട് പറഞ്ഞു, ലേഡി ഡോക്ടർ. അപ്പോ ഈ പാസ്റ്റർ ഉടനെ പറഞ്ഞു, ഡോക്ടറെ ഇന്നൊരു രാത്രി കൂടെ കൊച്ചിനെ ഒന്ന് ഇട്ടേക്കാമോ, നാളെ ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ അനുവദിച്ചു. 1 ദിവസം കൂടെ വെന്റിലേറ്ററിൽ കിടക്കാൻ അനുവദിച്ചു. അന്ന് ഞാൻ 60 ദൈവദാസന്മാരെ വിളിച്ചു. ആ പാസ്റ്റർ പറയുക, 60 പാസ്റ്റേഴ്സിനെ ഞാനന്ന് വിളിച്ചു. അതിൽ 47ഓളം പാസ്റ്റർമാര് അവരുടെ വീടുകളിൽ പ്രാർത്ഥിക്കുവാനായി മുട്ടുകുത്തി. ഞാൻ വിളിച്ചിട്ട് അവരോട് പറഞ്ഞു, എൻ്റെ കുട്ടി മരിച്ചു പോയെന്നാ പറഞ്ഞേ, നാളെ രാവിലെ വെന്റിലേറ്റർ ഡിസ്കണക്ട് ചെയ്ത് ബോഡി തന്നുവിടും. അങ്ങനെയാണെങ്കിൽ അവൻ മണ്ണിനടിയിലേക്ക് പോകാൻ ഇനി മണിക്കൂറുകളില്ല. എൻ്റെ കുഞ്ഞിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ എന്ന് ചോദിച്ച് 60 പാസ്റ്റേഴ്സിനെ ഞാൻ വിളിച്ചു. 47 ദൈവദാസന്മാര് അവരവരുടെ വീടുകളിൽ അന്ന് രാത്രി പ്രാർത്ഥിക്കാൻ മുട്ടുകുത്തി. കാരണം അന്ന് ഒരു രാത്രി കൂടെ ബാക്കിയുണ്ടല്ലോ. ആ പാസ്റ്റർ പിന്നീട് പറഞ്ഞത് ഇങ്ങനെയാ, 13 ദൈവദാസന്മാർ ഈ സംഭവം അറിഞ്ഞിട്ട് അന്ന് മെഡിക്കൽ കോളേജിലേക്ക് വന്നു. ഒരു പാ മേടിച്ചു. ഇവരെ പാ ഇട്ട് ആ മെഡിക്കൽ കോളേജിൽ അന്ന് രാത്രി ഒരുമിച്ച് പ്രാർത്ഥന കഴിക്കാൻ തുടങ്ങി. കരമേർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഈ കൊച്ചിനെ ചികിത്സിച്ച സീനിയർ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, രാത്രി 2 മണി എങ്ങാണ്ട് ആയപ്പം വന്ന് വഴക്ക് പറഞ്ഞു, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? കൊച്ചു മരിച്ചുപോയി എന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ ഇങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കിയാൽ കൊച്ച് തിരിച്ചു വരുവോ? പോയി കിടന്നുറങ്ങ് എന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ ചികിത്സിക്കുന്ന ഡോക്ടർ ഞങ്ങളെ രാത്രി വന്ന് വഴക്ക് പറഞ്ഞു. പക്ഷെ എങ്കിലും അവരങ്ങോട്ട് പോയപ്പോൾ വീണ്ടും വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥന തുടർന്നു. വെളുപ്പിനെ 5 മണിക്ക് ഹെഡ് നേഴ്സ് ഇൻസ്പെക്ഷന് ചെന്ന സമയം
കൊച്ചു കണ്ണ് തുറന്നിരിക്കുന്നത് കണ്ടു. സ്തോത്രം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ഞാൻ നിങ്ങളോട് ഈ സാക്ഷ്യം പറയുമ്പോൾ ആ മകൻ ഡിഗ്രി ഒക്കെ കംപ്ലീറ്റ് ചെയ്ത്, സ്തോത്രം, ഉയരോടിരുന്ന് ഇന്നും ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ ഒരു കാര്യം ഞാൻ തീർത്തു പറയുന്നു: എത്ര പ്രതികൂലമാണെങ്കിലും നീ മടുത്തു പോകാതെ, തളർന്നു പോകാതെ പ്രാർത്ഥിക്കാമെങ്കിൽ കർത്താവിൻ്റെ വൻകരം ഇറങ്ങി വരും. ഞാനിങ്ങനെ ആ കഴിഞ്ഞ ദിവസങ്ങളിലെ ടെസ്റ്റിമണിയൊക്കെ ബാക്ക്വേഡ് അടിച്ചിങ്ങനെ പോയപ്പോഴാണ് ഇതിപ്പോൾ ഞാൻ കേട്ടത്. കരമേർത്തി ഹല്ലേലൂയ. അത് പാസ്റ്റർ തന്നെ പറയുന്നത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടിട്ടുണ്ട്. വരുന്ന വഴിക്ക് ഞാനത് കേട്ട് വരികയായിരുന്നു. ചേർന്ന് ഹല്ലേലൂയ പറയാം. സ്തോത്രം. അതുകൊണ്ട് എല്ലാവരും നിങ്ങളെ കൈവിടട്ടെ. മടുത്തു പോകാതെ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ദൈവത്തിൻ്റെ മഹത്വം നിങ്ങൾക്ക് കാണുവാനായി സാധിക്കും. ഹല്ലേലൂയ. അപ്പം നമ്മൾ ഇന്ന് രാത്രി പഠിച്ച രണ്ട് കാര്യമാണ്. ഒന്ന്, ഒരു കാര്യം തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കണം. യേശു കർത്താവ് അത് ചെയ്യുമായിരുന്നു. ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിട്ടാണ് നേരം വെളുത്തപ്പോൾ ശിഷ്യന്മാരിൽ 12 പേരെ തിരഞ്ഞെടുക്കുന്നത്. അടുത്തതായി നമ്മൾ പഠിച്ചത്, എത്ര ക്ഷീണവും തളർച്ചയും ഉണ്ടെങ്കിലും അവൻ പ്രാർത്ഥിച്ചിട്ട് ഒരു വേള ഉടനെ മറുപടി കണ്ടില്ലെങ്കിലും മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. അപ്പോൾ ദൈവം മറുപടി തരും. വിശ്വാസമുള്ളവർ കരമേർത്തി ഹല്ലേലൂയ പറയാം. സ്തോത്രം. ദൈവമക്കളെ, അടുത്തതായി നമുക്കിന്ന് പഠിക്കുവാനായിട്ടുള്ളത്, സ്തോത്രം, മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 19-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 19-ാമത്തെ വാക്യം. പിന്നെ പുരുഷാരം പുല്ലിന്മേൽ ഇരിപ്പാൻ കൽപ്പിച്ചു. ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു. ഓക്കേ, സ്തോത്രം. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനാ ജീവിതം പഠിക്കുമ്പോൾ ഭക്ഷണത്തിന് മുമ്പ് കർത്താവ് സ്തോത്രത്തോടെ പ്രാർത്ഥിക്കുമായിരുന്നു. നമുക്കറിയാം, ബാലന്റെ കയ്യില് 5 അപ്പവും 2 മീനും ഉണ്ടായിരുന്നു. അവരത് യേശുവിന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തു. കർത്താവ് ഉടനെ തന്നെ അത് മേടിച്ചിട്ട് ജനങ്ങൾക്ക് നുറുക്കി കൊടുക്കുകയല്ല ചെയ്തത്. നമ്മൾ വായിച്ചത്, ആ 5 അപ്പവും 2 മീനും എടുത്ത് ആദ്യം പിതാവിനെ വാഴ്ത്തുകയാണ്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാം. അപ്പോൾ യേശുവിന്റെ പ്രാർത്ഥനാ ജീവിതം പഠിക്കുമ്പോൾ അടുത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, കർത്താവ് ഭക്ഷണത്തിന് മുമ്പ് സ്തോത്രം ചെയ്യുമായിരുന്നു. ഇനി നമുക്ക് മറ്റൊരു വചനം കൂടെ വായിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 17-ാമത്തെ വാക്യം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 17-ാമത്തെ വാക്യം. പിന്നെ പാനപാത്രം എടുത്ത് വാഴ്ത്തി ഇത് വാങ്ങി പങ്കിട്ടുകൊള്ളുവിൻ. കണ്ടോ? അപ്പൊ നമുക്കറിയാം, ഒന്ന് അപ്പം നുറുക്കി കൊടുക്കുന്നതിന് മുമ്പ് കർത്താവ് സ്തോത്രം ചെയ്യും. ഇവിടെ ഇതാ പാനപാത്രം കുടിക്കാനായി കൊടുക്കുന്നതിന് മുമ്പ് കർത്താവ് പിതാവിനെ വാഴ്ത്തും. കരമേർത്തെ കർത്താവിന്റെ മഹത്വം കൊടുക്കുക. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? കർത്താവ് ഭക്ഷണത്തിന് മുമ്പും പാനം ചെയ്യുന്നതിന് മുമ്പും സ്തോത്രത്തോടെ പ്രാർത്ഥിക്കുമായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതിൽ നിന്ന് നമുക്കും പഠിക്കേണ്ട ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത്, സ്തോത്രം, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നാം സ്തോത്രത്തോടെ പ്രാർത്ഥിക്കുന്നവരാകണം. ഇത് നമുക്ക് 1 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 10-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിൽ കാണുവാനും സാധിക്കുന്നുണ്ട്. ഒന്ന് വായിക്കാമോ? 1 കൊരിന്ത്യർ 10:31. ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യുവിൻ. ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും ദൈവത്തിന്റെ മഹത്വത്തിനായി നിങ്ങൾ ചെയ്യണം. അപ്പൊ പ്രിയപ്പെട്ടവരെ, യേശു കർത്താവ് അപ്പം കഴിക്കുന്നതിന് മുമ്പ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പാനപാത്രം എടുത്ത് വാഴ്ത്തി കൊടുക്കുന്നതിന് മുമ്പ് ആമൻ പിതാവിന് നന്ദി പറയുന്നു. കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു, നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യുകയും വേണം. ഞാൻ പറയട്ടെ, നമ്മൾ ഹോട്ടലിൽ പോവുകയാണ്, ചിക്കൻ ബിരിയാണി കഴിക്കുകയാണ്. ആമേൻ. ദൈവത്തിന് എന്ത് മഹത്വം വരാനാ? ഒരു മഹത്വം വരാനില്ല. ദൈവത്തിന് മഹത്വം വരണമെങ്കിൽ സ്തോത്രം ചെയ്യണം. ആ ബിരിയാണി നമ്മുടെ കൈകളിൽ ലഭിക്കുമ്പോൾ, കർത്താവേ, 10,000-കണക്കിന് ആളുകൾക്ക് ആഹാരമില്ലാതിരിക്കുന്നു, ഞങ്ങൾക്ക് തന്നതിന് നന്ദി കേട്ടോ. ഏത് കൈകളിലൂടെ ആയാലും അത് തന്നതിനപ്പ ഒരു വാക്ക് നന്ദി പറഞ്ഞിട്ട് അത് കഴിക്കുമെങ്കിൽ അത് ശരീരത്തിൽ പിടിക്കും.
കരമേർത്തെ സ്തോത്രം ചെയ്യും. അതാണ് നമ്മൾ പഠിക്കുന്നത്. നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യണം. അപ്പൊ നിങ്ങൾ ഭക്ഷണത്തിന് മുമ്പ് സ്തോത്രം ചെയ്ത് കഴിക്കുവാനായി നിങ്ങൾ പഠിക്കണം. ഒരു വാക്ക്, ഒത്തിരി നേരം ഒന്നും പറയണ്ട, ഒരു വാക്കപ്പാ തന്നതിന് നന്ദി കേട്ടോ എന്ന് ഉള്ളു തുറന്ന് ഇതിനെ ശുദ്ധീകരിച്ച് തരണമേ എന്ന് ഒരു 2 വാക്ക് പറഞ്ഞിട്ടത് കഴിക്ക്. അത് നമുക്കൊരു അനുഗ്രഹമാകും. ഇങ്ങനെ ചെയ്താൽ കൈവശങ്ങൾ കെട്ടി തന്നാലും അത് ഫലിക്കില്ല. മനസ്സിലാക്കുന്നവർ കരമേർത്തെ ഹല്ലേലൂയ പറയും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ ഒരു സുഹൃത്ത് പാസ്റ്ററുണ്ട്, ബാബു. അദ്ദേഹം 2010 ചാലക്കുടിയിൽ ഒരു പരസ്യയോഗത്തിൽ പ്രസംഗിക്കുവാനായിട്ട്, മീൻസ് പരസ്യയോഗത്തിൽ ദൈവദാസന്മാരോട് കൂടെ പോയതാണ്. അപ്പം ഈ ചാലക്കുടിയിലെ ആ ടീമായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരെ അവരുടെ അനുഭവം പങ്കുവെച്ചത് ഈ പാസ്റ്റർ എന്നോട് പറഞ്ഞു, അവരുടെ ജീവിതത്തിൽ നടന്നത്. ചാലക്കുടിയിൽ ഇവര് പരസ്യയോഗത്തിൽ പ്രസംഗിക്കുകയാണ്. അപ്പോൾ ഒരു സഹോദരി വന്നിട്ട് എൻ്റെ വീട്ടിലൊന്ന് പ്രാർത്ഥിക്കാൻ വരുമോ എന്ന് ചോദിച്ചു. വിളിച്ചു. ഇവർ ചെന്നു. 4 പാസ്റ്റേഴ്സും കണ്ട് ചെന്നു. ഈ സഹോദരി ഒരു ട്രേക്കകത്ത് ചായയിട്ട് പാസ്റ്റേഴ്സിൻ്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ ഒരു ദൈവദാസൻ പെട്ടെന്ന്, കർത്താവേ, ഈ സഹോദരിയിലൂടെ അടിയങ്ങൾക്ക് തന്ന നല്ല ചായക്കായി അങ്ങേക്ക് സ്തോത്രം അപ്പ എന്ന് പറഞ്ഞതും ആ ട്രേ അവരുടെ കയ്യിൽ നിന്ന് താഴേക്ക് വീണു. ഈ 4 ഗ്ലാസ് പൊട്ടിപ്പോയി. കരുമേർത്തി ഹല്ലേലൂയ പറയാം. ഓക്കെ. അപ്പൊ ദൈവമക്കളെ, ഇത് പൊട്ടി താഴേക്ക് വീണ് കഴിഞ്ഞപ്പോ അന്നേരം ഈ സഹോദരി നേരെ മുഴങ്കാൽ മടക്കിയേച്ച് ഇങ്ങനെ വിറച്ചുകൊണ്ട്, നിങ്ങളുടെ ദൈവമാണ് സത്യദൈവം, നിങ്ങളുടെ ദൈവമാണ് സർവശക്തിയുള്ള ദൈവം എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. അപ്പൊ അന്നേരം ഈ ദൈവദാസന്മാരെ ചോദിച്ചു, എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ സഹോദരി പറയുക, ഞാൻ നിങ്ങളെ ഇവിടെ പ്രാർത്ഥിക്കാനല്ല ശരിക്കും വിളിച്ചത്. എൻ്റെ അപ്പൻ ഇവിടുത്തെ ഒരു മന്ത്രവാദിയാണ്. ആഭിചാരക്രിയ ചെയ്ത ഒരു പൊടി എൻ്റെ അപ്പൻ എൻ്റെ കയ്യിൽ തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, സുവിശേഷകന്മാര് ഇവിടെ പ്രവർത്തനത്തിന് വരുന്ന സമയം മോളെ നീ അവരെ പ്രാർത്ഥിക്കാനാന്ന് പറഞ്ഞ് വിളിക്കണം. അപ്പോൾ അവർ വീട്ടിൽ വരും. വരുന്ന സമയം ഈ ആഭിചാരം ചെയ്ത പൊടി ചായക്കകത്ത് കലക്കി അവർക്ക് കുടിക്കാൻ കൊടുക്കണം. ഇതകത്ത് ചെല്ലുമ്പോൾ പിശാച് പരിവർത്തിക്കും. ഇവർ തമ്മിൽ വഴക്ക്, ചണ്ടയും അടിയും ഉണ്ടാകും. ഭ്രാന്ത് പിടിച്ചവരെ പോലെ വഴക്കടിച്ച് തിരിച്ചു പോയിക്കൊള്ളും എന്നെൻ്റെ അപ്പൻ പറഞ്ഞ ഉപദേശത്തിന് കീഴ്പ്പെട്ട് പ്രാർത്ഥിക്കാനല്ല, ആഭിചാരം ചെയ്ത പൊടി ചായയിലൂടെ നിങ്ങളുടെ അകത്താക്കാനാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്. ഇതൊന്നും അറിയാതെ നിങ്ങൾ ഇവിടെ വന്നില്ലേ? സ്തോത്രം. എന്നാൽ ഞാൻ നിങ്ങൾക്ക് തന്ന ചായ നിങ്ങളുടെ കൈകളിൽ എത്തുന്നതിന് മുമ്പ് നിങ്ങളിൽ ഒരുവൻ തന്ന നല്ല ചായക്കായി സ്തോത്രം യേശുവേ എന്ന് പറഞ്ഞ നിമിഷം ട്രേ എൻ്റെ കൈകളിൽ നിന്ന് താഴേക്ക് പോയി. ആ 4 ഗ്ലാസും ഉടഞ്ഞെങ്കിൽ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, എൻ്റെ അപ്പന്റെ ദൈവമല്ല, നിങ്ങളുടെ ദൈവമാണ് സത്യദൈവം. കരങ്ങളെ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. ആ ദൈവമാണ് സർവശക്തിയുള്ളവനും എല്ലാം അറിയുന്നവനുമായ ദൈവം. അതുകൊണ്ട് ഇന്ന് രാത്രി വചനം കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരങ്ങളെ, സ്തോത്രം, ആ സഹോദരി നമ്മുടെ മുട്ടുകുത്തി യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ പോലും ഇതൊരു മുഖാന്തരമായി മാറിയെന്ന് ആ ദൈവദാസന്മാർ അന്ന് സാക്ഷ്യം പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ബോധ്യമായി. തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും സ്തോത്രത്തോടെ ചെയ്യുന്നെങ്കിൽ അത് നമ്മുടെ ശരീരത്തിന് പോലും അനുഗ്രഹമായി മാറും. കാരണം മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ സ്തോത്രം 17-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ 17-ഉം 18-ഉം 2 വാക്യം വായിച്ചോളൂ. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകാരണമായ യാതൊന്നും കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം. നിങ്ങൾ ഇവിടെ വായിക്കുന്ന കണ്ടോ, ഈ ദൈവത്തിന്റെ വചനവും ഇതിൽ എഴുതിയിരിക്കുന്ന സത്യദൈവമാകുന്ന യേശുക്രിസ്തുവിനെയും വിശ്വസിക്കുന്നവർക്ക് ബൈബിൾ പറയുന്നു, മരണകരമായത് കുടിച്ചാലും ഹാനി വരികയില്ല. മനസ്സിലാക്കുന്നവർ കരമയോർത്തി ഹല്ലേലൂയ പറയാം. അതുകൊണ്ടല്ലേ ദൈവമക്കൾക്കെതിരെ ആഭിചാരം ചെയ്തിട്ടും
മന്ത്രവാദങ്ങൾ ചെയ്തിട്ടും അവർക്ക് ഫലിക്കാത്തത്. നിങ്ങൾ ആരും ഈ വാക്യത്തെ തെറ്റായി വ്യാഖ്യാനിക്കരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവമക്കളാന്ന് പറഞ്ഞ് ഫ്യൂറിഡാൻ കലക്കി കുടിച്ചു കഴിഞ്ഞാൽ മരണം വരത്തില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. നീ ഒരു ദൈവ പൈതലായിരുന്നിട്ടും നിന്നെ മനഃപൂർവ്വം അപായപ്പെടുത്താൻ നീ അറിയാതെ വിഷം കലക്കി തന്നാലും ദൈവം നിന്നെ വിടുവിക്കും. ചേർന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ആത്മഹത്യ ചെയ്യാനായിട്ട് അത് കലക്കി തന്ന വിടുതൽ ഉണ്ടാകുന്നൊന്നും ബൈബിളിൽ എഴുതിയിട്ടില്ല. സ്തോത്രം. ആഭിചാരം ചെയ്തോ, മന്ത്രവാദം ചെയ്തോ, കൈവശം കെട്ടിയോ ഒരു ദൈവ പൈതലിനെതിരെ ആമേൻ ഒരുവൻ ചെയ്ത് അവനത് കഴിക്കാനോ കുടിക്കാനോ കൊടുത്താലും ഒരു ദൈവ പൈതൽ സ്തോത്രത്തോടെ കഴിക്കുന്നവനാണെങ്കിൽ അവന്റെ ഉദരത്തിൽ ചെന്നാലും ഒരു ദോഷവും വരത്തില്ല, ഒരു തലമുടി പോലും കീഴെ പോകത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ കരമുയർത്തി ആമേൻ. അതുകൊണ്ട് മരണകരമായ ഇത് ഞാൻ പറയുമ്പോൾ നമ്മുടെ വീടിൻ്റെ ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന നെയ്യാറ്റിൻകര വൈഫിൻ്റെ വീടാണ്. അതിൻ്റെ തൊട്ട് ബാക്കിൽ ഒരു ചർച്ചുണ്ട് ഇപ്പോൾ. അപ്പം അവിടുത്തെ ദൈവദാസൻ അവരുടെ ചെറുപ്പകാലത്ത് വലിയ പട്ടിണിയിലൂടെ കടന്നു പോയവരാണ് അവര്. അപ്പം അതൊരു ജാതീയ കോട്ടയായിരുന്നു ആ സ്ഥലം. ദൈവമക്കളെ, ഈ ദൈവദാസൻ കുഞ്ഞായിരിക്കുന്ന കാലം തൻ്റെ പിതാവും പാസ്റ്ററാണ്. അദ്ദേഹമാണ് അവിടെ വന്ന സഭ ആരംഭിക്കുന്നത്. ആ ദിവസങ്ങൾ വളരെയധികം അവർ കഷ്ടപ്പെട്ടിട്ടുണ്ട്, പട്ടിണി കിടന്നിട്ടുണ്ട്. പട്ടിണിയാണെന്ന് അറിയിക്കാതിരിക്കേണ്ടതിന് അമ്മ പുറത്ത് വിറക് പൂട്ടി കലത്തിനകത്ത് വെള്ളം ഇങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരും. കാരണം ആർക്കും മനസ്സിലാകാതിരിക്കാൻ. ആ കഞ്ഞി വെക്കുന്നുണ്ടെന്നെങ്കിലും അറിയാം. കാരണം അടുപ്പ് പുകയാതിരുന്ന മറ്റുള്ളവരത് ദൈവനാമത്തിന് ദുഷിയാകുമല്ലോ എന്ന് വെച്ചിട്ട് വെറുതെ അടുപ്പ് പൊട്ടി കലത്തിൽ വെള്ളം വെച്ച് തിളപ്പിച്ചുകൊണ്ടേയിരിക്കും. അരിയൊന്നും ഇല്ല അതിൻ്റെ അകത്ത് ഇടാൻ. സ്തോത്രം. അങ്ങനെ ബുദ്ധിമുട്ടിലിരിക്കുന്ന കാലത്താണ് അതിൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു ചില പ്രിയപ്പെട്ടവര് ഈ ചർച്ചും ഈ സുവിശേഷ പ്രവർത്തനവും അവിടെ നിന്ന് പൂട്ടിപ്പോകാൻ ഒരു മന്ത്രവാദിയുടെ അടുക്ക ചെന്നു ആഭിചാരക്രിയ ചെയ്യാൻ. അപ്പം അയാൾ പറഞ്ഞു, 101 രൂപ എൻ്റെ കയ്യിൽ കൊണ്ടുവരിക, ഞാനത് ആഭിചാരം ചെയ്ത് നിങ്ങൾക്ക് തന്നുവിടും. അത് കൊണ്ടുവന്ന് ആ കോമ്പൗണ്ടിലേക്ക് ഇട്ടേക്കാൻ പറഞ്ഞു. അവരെ കെട്ടി പൊക്കോളൂ എന്ന് പറഞ്ഞു. സ്തോത്രം. 3-4 ദിവസമായിട്ട് നിങ്ങൾ പട്ടിണി കിടക്കുക. ഒരു വട പോലും മേടിച്ചു കൊടുക്കാൻ നിവൃത്തിയില്ലാതെ പാസ്റ്റർ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സുപ്രഭാതത്തിൽ നോക്കുമ്പോൾ 101 രൂപ കിടക്കുന്നേ. കരമേർത്തി ഹല്ലേലൂയ പറയാം. എൻ്റെ പൊന്നു തമ്പുരാനെ സ്വോത്രമൊന്നും പറഞ്ഞുകൊണ്ട് പോയി 101 രൂപ എടുത്ത് പിള്ളേർക്ക് വേണ്ടുന്ന വടയ സാധനങ്ങളെല്ലാം മേടിച്ചു കൊടുത്തു. പിന്നീട് ദൈവദാസനിരുന്ന് കരയാന്ന് പറഞ്ഞ്, നാളെ ആരെങ്കിലും 101 രൂപ ഇടണേ കർത്താവേ. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയരെ, ആഭിചാരം ചെയ്തവർ 101 ഇട്ടിട്ട് അവരവിടെ നിന്ന് കെട്ടിയെന്നല്ലാതെ ആ സഭ ഇന്നും അവിടെയുണ്ട്. സ്തോത്രം. തൻ്റെ ഭക്തന്മാരെ ഇന്നും ദൈവം നടത്തുന്നുണ്ട്. മരണകരമായത് കുടിച്ചാലും വീണക്കൊരു ദോഷം വരില്ല കുഞ്ഞെ. അവൻ പ്രത്യാശയുള്ള എത്ര പേരുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. സ്തോത്രം. ആമേൻ. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും കുടിക്കുന്നതിന് മുമ്പും യേശുവിന് നന്ദി പറഞ്ഞിട്ട് നിങ്ങളത് ഭക്ഷിക്കണം. ആമേൻ. ഭക്ഷണമില്ലാത്തവരെ കൂടെ ഒരു നിമിഷം നമ്മൾ ഓർക്കുക. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അവർക്ക് ചെയ്യുക. നമുക്ക് തന്നതിന് ദൈവത്തിന് നന്ദി പറയുക. അങ്ങനെയാണെങ്കിൽ നാമും അവരും അനുഗ്രഹിക്കപ്പെടും. പ്രത്യാശയുള്ളവർ കരമുയർത്തി ഹല്ലേലൂയ പറയാം. സ്തോത്രം. ഭക്ഷണത്തിന് മുമ്പ് കർത്താവ് സ്തോത്രം ചെയ്യുമായിരുന്നു. പിന്നെ നമ്മൾ യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനാ ജീവിതം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അടുത്തൊരു പ്രധാന പ്രാർത്ഥനയാണ് ജനങ്ങളുടെ നടുവിൽ ഉച്ചത്തിൽ കർത്താവ് പ്രാർത്ഥിക്കുമായിരുന്നു. മറ്റുള്ളവർ കൂടെ കേൾക്കേണ്ടതിനും മനസ്സിലാകേണ്ടതിന് പരസ്യമായി ഉച്ചത്തിൽ പ്രാർത്ഥിക്കുമായിരുന്നു. അത് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 41-42 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 41-42 വാക്യങ്ങൾ. യേശു മേലോട്ട് നോക്കി, പിതാവേ, നീ എന്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ എപ്പോഴും എന്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. എങ്കിലും നീ എന്നെ അയച്ചു എന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. അവരുടെ നിമിത്തം ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. കീഴോട്ട് വായിച്ചോ. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ, ലാസറേ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. മരിച്ചവൻ പുറത്തു വന്നു. ലാസറേ എന്ത് ചെയ്യുക?
പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. ആ സമയം എന്താ സംഭവിച്ച? മരിച്ചവൻ പുറത്തു വന്നു. അപ്പോൾ നമ്മുടെ യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 11-ാം അധ്യായം, പ്രിയപ്പെട്ടവരെ, ഈ 41-ാമത്തെ വാക്യം നമ്മൾ വായിച്ചപ്പോൾ, യേശു മേലോട്ട് നോക്കി, പിതാവേ, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. എങ്കിലും നീ എന്നെ അയച്ചു എന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ ലാസറെ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. കരമുയർത്തി ഹല്ലേലൂയ പറയാം. അപ്പോൾ ജനത്തിന് നടുവിൽ കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ സ്ഫുടമായും മറ്റുള്ളവർ കേൾക്കേണ്ടതിനും വിശ്വാസം വരേണ്ടതിനും ഉറക്കെ പ്രാർത്ഥിക്കുമായിരുന്നു, ഉറക്കെ പറയുമായിരുന്നു. ചേർന്ന ദൈവത്തിന് മഹത്വം കൊടുക്കാം. രഹസ്യത്തിൽ ദൈവവുമായി ഉണ്ടെങ്കിലേ പരസ്യത്തിൽ നാം പറയുമ്പോൾ ദൈവം ഇറങ്ങത്തുള്ളൂ. ചേർന്ന ദൈവത്തിന് മഹത്വം കൊടുക്കാം. പരസ്യത്തിൽ മാത്രമാണ് നമ്മൾ പറയുന്നതെങ്കിൽ ദൈവം ഇറങ്ങിയൊന്നും വരത്തില്ല. രഹസ്യത്തിൽ ബന്ധം വേണം. ചേർന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഏലിയാവ് രഹസ്യത്തിൽ ദൈവവുമായി ബന്ധമുള്ള ദൈവദാസനാ. അതുകൊണ്ടാണ് പരസ്യത്തിൽ ഒറ്റ വാക്ക്, ഞാൻ നിന്റെ ദാസൻ ആണ്, നീ മാത്രമാണ് ഇസ്രായേലിൽ ഒരേ ഒരു ദൈവമെന്ന് ഇന്ന് വെളിപ്പെടട്ടെ എന്ന് പറഞ്ഞതും സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി. കരമുയർത്തി ഹല്ലേലൂയ പറയാം. സ്തോത്രം. മറ്റുള്ളവർ നോക്കുമ്പോൾ ഒരു വാക്ക ഏലിയാവ് പറഞ്ഞുള്ളൂ. പക്ഷേ ആരും അറിയാതെ, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ 6 വട്ടം പ്രാർത്ഥിച്ചിട്ട് മറുപടി ഇല്ലെങ്കിലും ഇനിയും ഒരു 7-ാം വട്ടം എൻ്റെ കർത്താവ് എനിക്കായി പ്രവർത്തിക്കുമെന്ന പ്രതീക്ഷയോടെ മുട്ടുകുത്തുന്ന ഏലിയാവിനെ ആർക്കും അറിയില്ല. ചേർന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജനങ്ങളുടെ നടുവിൽ പ്രാർത്ഥിക്കുമ്പോൾ പരസ്യമായി ഉച്ചത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം. ചേർന്ന ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ ഈയിടെ നമ്മുടെ PV ആശാരി പാസ്റ്റർ ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ മകൻ, എനിക്കൊന്ന് രാജൻ വിക്ടർ പാസ്റ്ററാണെന്ന് തോന്നുന്നു, അദ്ദേഹത്തിൻ്റെ അനുഭവ സാക്ഷ്യം ഞാൻ ഈയിടെ ഇങ്ങനെ കേട്ടിരുന്നു. ഇപ്പം ദൈവമക്കളെ, രാജൻ വിക്ടർ പാസ്റ്റർ ജനിച്ച സമയം ഒരു 1-2 കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം കേട്ടോ. ഇപ്പം രാജൻ വിക്ടർ പാസ്റ്റർ ജനിച്ച ആ ഒരു സമയമുണ്ടായ കാര്യമാണ്. അന്ന് ഈ വീടുകളിലൊക്കെ ആയിരുന്നു കൂടുതൽ പ്രസവങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. ആ കാലഘട്ടങ്ങളിൽ അദ്ദേഹം കൊട്ടാരക്കരയിൽ ദൈവവേല ചെയ്യുന്ന ഒരു സമയം. അന്ന് ആശാരി ഉപദേശിയുടെ ഭാര്യ ഈ മകനെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയം, വയർ പരിശോധിക്കുന്ന സഹോദരിമാർ, ബൈബിളിൽ സൂതകർമ്മിണികൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവർ വന്ന് ഈ ഭാര്യയുടെ വയറ് പരിശോധിച്ചിട്ട് ഇങ്ങനെ പാസ്റ്ററോട് പറഞ്ഞു, ദൈവദാസനെ, നിങ്ങളുടെ ഭാര്യയുടെ വയറിനകത്ത് കുഞ്ഞ് തിരിഞ്ഞു വന്നിട്ടില്ല, അതുകൊണ്ട് പ്രസവം ഭയങ്കര പ്രശ്നവും കഷ്ടവുമായിരിക്കും. എത്രയും പെട്ടെന്നൊരു ആശുപത്രിയിൽ പോകുന്നതാണ് നല്ലത്, ഇല്ലെങ്കിൽ പ്രസവ സമയം അമ്മയും കുഞ്ഞും മരണപ്പെടാൻ ചാൻസ് കാണുന്നു എന്നവർ പറഞ്ഞു. എന്നാൽ ഈ ദൈവദാസന്റെ കയ്യിൽ പൈസ ഇല്ല. അദ്ദേഹം ദൈവത്തിൽ മാത്രം ആശ്രയിക്കാൻ തീരുമാനിച്ചു. അവർ പറഞ്ഞതുപോലെ പ്രസവ ദിവസം ഈ ദൈവദാസിക്ക് ശ്വാസം മുട്ടലുകളോ മറ്റോ ഉണ്ടാകുന്നു. പുഴു പിടയ്ക്കുന്നത് പോലെ പിടയ്ക്കുന്ന അവസ്ഥകൾ വരുന്നു. അമ്മയും കുഞ്ഞും മരിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ദൈവദാസന് അല്പം വിഷമമുണ്ടായി. അദ്ദേഹം മുറ്റത്തേക്ക് ഇറങ്ങി അന്യഭാഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. ആ സമയം രുക്മിണി എന്ന് പറയുന്ന ഒരു പ്രവാചകി അവിടെ വന്നു. ഈ ദൈവദാസനോട് പറഞ്ഞു, ആശാരി ഉപദേശി, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങളുടെ ഭാര്യയുടെ അകത്തൊരു ആൺകുട്ടിയാണ്, അവൻ ഭൂമിയുടെ അറ്റം വരെയും ദൈവത്തിന് പ്രവാചകനാകും. ഈ ദൂത് രുക്മിണി പ്രവാചകി ദൈവദാസനോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നോർമലായി പ്രസവം നടന്നു. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. അതാണ് ആശാരി ഉപദേശിയുടെ ആ മകൻ. രാജൻ വിക്ടർ പാസ്റ്റർ ആണെന്നാണ് എൻ്റെ ഓർമ്മ. ആ മകൻ, ഈ രാജൻ വിക്ടർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ മകന് ഏകദേശം 7 വയസ്സുള്ള സമയം പോളിയോ രോഗം വന്നു. ഇദ്ദേഹം മരണപ്പെട്ടു. ആ സമയം ഉപദേശം എവിടെയോ മീറ്റിങ്ങില്ല. ഇന്നത്തെ പോലെ ടെലിഫോൺ സൗകര്യങ്ങളൊന്നില്ലല്ലോ. ഒരാളെ അയച്ചു,
കൊച്ചു മരിച്ചുപോയ വാർത്ത അമ്മ അറിയിച്ചു. ഉപദേശി തിരിച്ചറിയിച്ചു, എൻ്റെ പ്രിയ ഭാര്യയെ, മരിച്ച മകനെ നീ ഒരു തുണിയിൽ പൊതിഞ്ഞ് രാത്രി 12 മണിക്ക് കൊട്ടാരക്കരയിൽ നിന്ന് കളിയിക്കാവിളയിലേക്ക് പോകുന്ന ഒരു ബസ്സുണ്ട്, അതിൽ കയറണം. രാവിലെ ഞാൻ അവിടെ എത്തിക്കൊള്ളാം എന്ന് പറഞ്ഞു വിട്ടു. അങ്ങനെ ആ പെറ്റ തള്ള മരിച്ച കൊച്ചിനെ ഒരു സാരിക്കകത്ത് പൊതിഞ്ഞ് രാത്രിയിൽ കൊട്ടാരക്കരയിൽ നിന്ന് കളിയിക്കാവിളയിലേക്ക് പോകുന്ന ലൈൻ ബസ്സിലേക്ക് കയറി. കണ്ടക്ടർ ചോദിച്ചപ്പോൾ കൊച്ച് ഉറങ്ങുകയാണ് എന്ന് പറഞ്ഞു. കാരണം മരിച്ച കുട്ടിയെ അങ്ങനെ ബസ്സിൽ കയറ്റത്തില്ലല്ലോ, ആംബുലൻസ് ഒന്നും വിളിക്കാൻ പൈസയില്ല, അതുകൊണ്ട് അങ്ങനെ ചെയ്തേ. സ്തോത്രം. മരിച്ച കുഞ്ഞിനെ ആ പെറ്റ തള്ള ദുഃഖം കടിച്ചമർത്ത് സാരിക്കകത്ത് പൊതിഞ്ഞ് തോളത്ത് കിടത്തി ഉറങ്ങുകയാണെന്ന് പറഞ്ഞൊരു ഹാഫ് ടിക്കറ്റും എടുത്ത് നേരെ രാവിലെ പാറശാല വീട്ടിൽ എത്തി. മൂക്കിൽ പഞ്ഞിയൊക്കെ വെച്ച് വെള്ളയൊക്കെ പുതപ്പിച്ച് ശവപ്പെട്ടിക്കകത്ത് പൊതുദർശനത്തിന് വെച്ചു. ഉപദേശിയും രാവിലെ അവിടെ എത്തി. ബന്ധുക്കളും ചാർച്ചക്കാരൊക്കെ പറഞ്ഞു, ആശാരി, നീ കുലദൈവങ്ങളെ വിട്ട് യേശു യേശു എന്ന് പറഞ്ഞു പോയതിന്റെ ശിക്ഷയാണ് നിനക്കിത്. നിന്റെ പിള്ളേരെല്ലാം ഇതുപോലെ മരിച്ചു തീരുമടാ എന്ന് ബന്ധുക്കളും പ്രിയപ്പെട്ടവരും ആശാരി ഉപദേശിയെ വേദനിപ്പിച്ച് കുത്തുവാക്കുകൾ പറഞ്ഞുകൊണ്ടിരുന്നു. ആ ദൈവദാസൻ ഒന്നും തിരിച്ചു പറയാതെ സ്തോത്രത്തോടെ അവിടെ നിന്നു. ആ സമയം ഈ കൊച്ചിനെ അടക്കുവാനുള്ള, കല്ലറ വെട്ടുവാൻ, കുഴി താത്തിക്കൊണ്ടിരിക്കുന്ന ആ ക്രമീകരണങ്ങളൊക്കെ നടക്കുകയാണ്. മരിയാപുരം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് പ്രാർത്ഥിക്കുന്നൊരു ടീം അവിടേക്ക് കടന്നു വന്നു, ഈ മരണ വീട്ടിലേക്ക്. അവര് ഈ കൊച്ചിനെ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഉപദേശി, ഈ കുഞ്ഞല്ലേ ജനിച്ച സമയം രുക്മിണി എന്ന പ്രവാചകി വന്നിട്ട് ഇവൻ ഭൂമിയുടെ അറ്റം വരെയും പ്രവാചകനായിരിക്കുമെന്ന് പറഞ്ഞത്? ഉപദേശി പറഞ്ഞു, അതെ. ഈ കുട്ടി ഇപ്പൊ മരിച്ചുപോയില്ലേ? അപ്പൊ ആ പ്രവചനം എങ്ങനെ നിറവേറും? ദൈവം നുണ പറയുവോ? കരമേർത്തി ഹല്ലേലൂയ പറയാം. ഉപദേശി എന്ത് പറയും? ഒരു മറുപടിയുമില്ല. എങ്കിലും ഹൃദയത്തിൽ സ്തോത്രം ചെയ്ത് താൻ എങ്ങനെ നിൽക്കുമ്പോൾ മരിയാപുരത്തുനിന്ന് പ്രാർത്ഥിക്കാൻ വന്ന ടീം ഇങ്ങനെ പറഞ്ഞു, ഉപദേശി, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കൊരു മുറി ഒന്ന് തരാമോ? മരണവീടാണ്, അകത്ത് ഇരിക്കുന്ന കുറച്ചാളുകളെ പുറത്താക്കി ഒരു മുറി ഒഴിച്ചവർക്ക് കൊടുത്തു. ഈ പ്രാർത്ഥിക്കാൻ വന്ന ടീം അകത്ത് ആ മുറിക്കകത്ത് കയറി അന്യഭാഷയിൽ പ്രാർത്ഥന തുടങ്ങി. ചേർന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ലാസർ മരിച്ചു കല്ലറയ്ക്കകത്ത് നാറ്റം വെച്ചിരിക്കുമ്പോ യേശു പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാം. അവർ അന്യഭാഷകളിൽ പ്രാർത്ഥന തുടങ്ങി. ആ സമയം ഈ മരണ വീടിന്റെ തൊട്ട് താഴെ ഒരു ചെറിയ പ്രാഥമിക ആരോഗ്യ കേന്ദ്രമുണ്ട്, ഒരു ചെറിയ ആശുപത്രിയുണ്ട്. അവിടുത്തെ കമ്പൗണ്ടർ ആ കാലത്ത് ഭക്ഷണം കഴിക്കേണ്ടതിന്, ഈ മീൻസ് ഒരു ഉച്ച സമയമൊക്കെ ആയപ്പോഴേക്കും ഭക്ഷണം കഴിക്കേണ്ടതിന് തന്റെ വീട്ടിലേക്ക് നടന്നു പോകുമ്പോ മരണ വീട് സമീപമായതുകൊണ്ട് ആ വീട്ടിലൊന്ന് കയറി ഈ കൊച്ചിന്റെ ഡെഡ് ബോഡി നോക്കിയ സമയം കണ്ണൊന്ന് വെട്ടുന്നത് കണ്ടു. കമ്പൗണ്ടറിന് എന്തോ സംശയം തോന്നുകയാണ്. താൻ തന്റെ കൂടെയുള്ളവരെ വിളിച്ചു, ഈ കുട്ടിയുടെ കണ്ണുകളിലേക്കൊന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞു. അവർ നോക്കുമ്പോൾ കണ്ണിൽ വീണ്ടും ഒരു തുടിപ്പ് കാണുകയാ. കരമേർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഉടനെ ഇവര് എന്തൊക്കെയോ സംസാരിച്ചിട്ട് കമ്പൗണ്ടർ വന്ന് ഉപദേശിയോട് ചോദിച്ചു, ദൈവദാസനെ, ഈ കൊച്ച് എപ്പോഴാണ് മരിച്ചത്? ഇന്നലെ രാത്രിയെ ആമൻ മരണപ്പെട്ടു എന്ന് പറഞ്ഞു. കമ്പൗണ്ടർ പറഞ്ഞു, ഞങ്ങൾ ഇപ്പോൾ നോക്കുമ്പോൾ ഈ കൊച്ചിന്റെ കണ്ണുകളിൽ ജീവന്റെ ഒരു തുടിപ്പ് കാണുന്നു. ഞങ്ങൾക്കൊരു സംശയം, ദയവായി ഈ ഡെഡ് ബോഡി ഒന്ന് തന്നു വിടുവോ, ഒന്ന് പരിശോധിച്ചോട്ടെ എന്ന് ചോദിച്ചു. ഉച്ചയ്ക്ക് 1:30 മണിയായപ്പോൾ മരിച്ച ഈ ഡെഡ് ബോഡി അവർ ആ ആശുപത്രിയിലേക്ക് എടുത്തുകൊണ്ടുപോയി. 3 മണിയായപ്പോൾ ജീവനുള്ള കുഞ്ഞുമായി അവർ തിരിച്ചു വന്നു. സ്തോത്രം. ഈ കൊച്ചിനെ അടക്കുവാനായി താത്തിയ
ആ കുഴിക്കകത്തേക്ക് ആ ശവപ്പെട്ടി തല്ലി പൊട്ടിച്ചിട്ട് അതിൻ്റെ അകത്തൊരു വാഴക്കണ്ണ് പിരിച്ചു വെച്ച് കുഴി മൂടി ആ ജനത്തോട് യേശു ജീവിക്കുന്നെന്ന് സാക്ഷ്യം പറഞ്ഞപ്പോൾ ഇന്ന് രാത്രി ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, ഉറച്ച നിലവിളിയോടെ നീ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ദൈവകരം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. കരമുയർത്തി ഹല്ലേലൂയ പറയാം. ദൈവമക്കളെ, പിന്നീട് ആ മകൻ, ഞാൻ ആ സാക്ഷ്യം ഇങ്ങനെ കിടക്കുന്നത് യൂട്യൂബിൽ കിടക്കുന്നുണ്ട് കേട്ടോ. പ്രിയ പാസ്റ്ററിന്റെ മകൻ തന്നെ ഈ സാക്ഷ്യം പറയുന്നത് യൂട്യൂബിൽ നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാ, ആ പിരിച്ചു വെച്ച വാഴ 6 മാസം കഴിഞ്ഞ് കുലച്ച സമയത്ത് അതിന്റെ പഴം വിരിഞ്ഞ് ഈ മകനെ കൊണ്ട് തീറ്റിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു എന്നാണ് താൻ പറഞ്ഞത്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയും. ഇപ്പോ ഞാൻ നിങ്ങളോട് ഈ സാക്ഷ്യം പറയുമ്പോൾ ആ മകൻ ഇന്നും ഉയിരോടെ ഇരിക്കുക. കഴിഞ്ഞ ദിവസം പാസ്റ്റർ പറഞ്ഞത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 100-ൽ അധികം പ്രാവശ്യം ഇപ്പോൾ ഫ്ലൈറ്റിൽ കയറി ഉലക നാടുകളിലെല്ലാം യേശുവിനെ സാക്ഷിയായിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് വീണ്ടും ഞാൻ ആവർത്തിച്ചു പറയുന്നു, ദൈവ പൈതലേ, സ്തോത്രം. എത്ര വലിയ വെല്ലുവിളികൾ നിന്റെ മുമ്പിൽ ഉണ്ടെങ്കിലും വാഗ്ദത്തങ്ങൾ ഉരുവിട്ട് നീ ധൈര്യമായി പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ അവിടെ ജനം കാണുകയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ദൈവം വിശ്വസന പ്രത്യാശയുള്ളവർ കാരമടിച്ച് ഇന്ന് രാത്രി ദൈവത്തിന് ഹല്ലേലൂയ യേശുവിന്റെ മഹത്വം ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ള ദൈവ കുഞ്ഞുങ്ങൾ ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പറയാം. സ്തോത്രം. അതുകൊണ്ട് എന്ന് വെച്ചിട്ട് എല്ലാ മരണ വീടുകളിലും നമ്മൾ പോയി പ്രാർത്ഥിച്ചാൽ ഇതുപോലെ മരിച്ച എല്ലാവരും ഒന്നും എഴുന്നേൽക്കണമെന്നില്ല കേട്ടോ. പക്ഷെ ദൈവത്തിന്റെ വാഗ്ദത്തമുള്ളതും ദൈവത്തിന്റെ പദ്ധതി ഉള്ളതുമായ ഒരു ചിലതുണ്ട്. സ്തോത്രം. അവിടെ ദൈവത്തിന്റെ അഭിഷിക്തന്മാർ ദൈവ നിയോഗത്തോടെ പ്രാർത്ഥിച്ചാൽ അത് സംഭവിക്കും. അത് ഏലിയാവിനെ കുറിച്ചും എലീശയെ കുറിച്ചും ഒക്കെ നമ്മൾ വായിക്കുന്നു. പൗലോസ് പോലും ആത്മനിറവിൽ ആമേൻ മാളിക മുറിയിൽ നിന്ന് താഴേക്ക് വീണുപോയ യൂത്തിക്കോസിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ മരണത്തിൽ നിന്ന് ഉയർപ്പ് നടന്നത് ബൈബിളിൽ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, നീ ധൈര്യമായി വാഗ്ദത്തങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുക, ഉറക്കെ പ്രാർത്ഥിക്കുക. സ്തോത്രം. ദൈവം മരിച്ച അവസ്ഥകളുടെ മേൽ ഉയർപ്പ് തരും. അതുകൊണ്ട് രഹസ്യത്തിൽ ദൈവവുമായി ബന്ധമുണ്ടായിട്ട് ആളുകൾ നിന്നെ നിന്ദിക്കുമ്പോൾ കളിയാക്കുമ്പോൾ പരസ്യമായി അവിടെ നീ ക്രിസ്തുവിനെ ഉയർത്താൻ തയ്യാറായാൽ ദൈവം നിന്നെ ലജ്ജിപ്പിക്കുകയില്ല. മനസ്സിലാകുന്നവർ ഹല്ലേലൂയ പറയാം. ലാസറേ പുറത്തു വാ എന്ന് പിതാവിനോട് സംസാരിച്ചൊരു വാക്ക് പറഞ്ഞതും മരിച്ചവൻ പുറത്തു വന്നു എന്നാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. സന്തോഷമുള്ളവർ ഹല്ലേലൂയ പറയാം. ഇനി നമുക്ക് സ്തോത്രം 2 വാക്യം കൂടെ വായിച്ചിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 34-ാമത്തെ വാക്യവും എബ്രായ ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യം കൂടെ വായിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. സ്തോത്രം. ലൂക്കോസ് 23:34. എന്നാൽ യേശു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. അനന്തരം അവർ അവനെ വസ്ത്രം വിഭാഗിച്ച് ചീട്ടിട്ടു. ജനം നോക്കിക്കൊണ്ട് നിന്നു. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട്. യേശു ക്രിസ്തുവിന്റെ പ്രാർത്ഥനാ ജീവിതം പഠിക്കുമ്പോൾ അടുത്തത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, യേശു കർത്താവ് ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ചേർന്ന ദൈവത്തിന് നമുക്ക് കൊടുക്കാം. ഹല്ലേലൂയ. തന്നെ നമുക്ക് വ്യക്തമായിട്ടറിയാം. കർത്താവായ യേശുവിനെ സ്തോത്രം ചാട്ടം 6 കൊണ്ട് അടിച്ചു. ചൂണ്ടക്കുളത്തുകൾ, ഈയക്കട്ടികൾ, കുപ്പിച്ചിൽ കഷ്ണങ്ങൾ പോലുള്ള കോർത്തുമൂർത്ത വസ്തുക്കൾ സ്തോത്ര കോർത്തിണക്കിയ ചാട്ട കൊണ്ട് അടിച്ച് യേശുവിന്റെ ശരീരം ഉഴവുചാൽ പോലെ ദുഷ്ടന്മാര് കീറി. നമുക്ക് വ്യക്തമായി അറിയാമല്ലോ, പൂർണ്ണമായി തന്നെ നഗ്നനാക്കി മാറ്റി. മുഷ്ടി ചുരുട്ടി തന്നെ കുത്തുമായിരുന്നു. റോമൻ നാണയം കൊണ്ട് രോമങ്ങൾ പിഴുതെടുക്കുമായിരുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, കാർക്കിച്ചു തന്റെ മുഖത്ത് തുപ്പും. മുള്ളുകൊണ്ട് കിരീടമുണ്ടാക്കി ആ മുള്ളുകൾ തന്റെ തലയോട്ടിയിലേക്ക് ആഴ്ന്നിറങ്ങും അളവിൽ കോലുകൊണ്ട് ആഞ്ഞാഞ്ഞടിക്കുമായിരുന്നു. സ്തോത്രം. ആമൻ. ഇതുകൊണ്ടൊന്നും തൃപ്തി വരാത്ത ദുഷ്ടന്മാര് സ്തോത്രം തന്നെക്കാൾ ഭാരമേറിയ മരക്കുരിശ് യേശുവിന് മേൽ വെച്ചുകെട്ടി ഗോൽഗോഥ മലയോളം തന്നെ നടത്തിയ കാര്യവും നമുക്കറിയാമല്ലോ. സ്തോത്രം. ഇങ്ങനെ ഈ ശത്രുഗണം അവിടെ ചെന്ന ശേഷം ആ കുരിശിനുമേൽ ആമൻ 3 ആണികളിൽ തന്നെ അടിച്ച് ആമൻ കള്ളന്മാരുടെ മധ്യത്തിൽ പെരുങ്കള്ളനെ പോലെ തന്നെ ക്രൂശിച്ച് തൂക്കിയിട്ടിരിക്കുമ്പോൾ താൻ ദാഹിക്കുന്നു എന്ന് പറഞ്ഞ സമയം കയ്പ് കലക്കിയ
പുളിച്ച വീഞ്ഞ് കുടിക്കാൻ കൊടുത്തതും അതിൽ ഏറെ സ്തോത്രം കലിയടങ്ങാത്ത ദുഷ്ടന്മാർ വിലാപ്പുറം കൂടെ കുന്തം കൊണ്ട് കുത്തിത്തുരക്കുന്ന സമയം ഇനി ഒരു തുള്ളി രക്തം വരാനില്ലാഞ്ഞിട്ട് അവസാനം വെള്ളം കൂടി അതിൽ നിന്ന് വന്നു എന്ന് വിശുദ്ധ ബൈബിളിൽ എഴുതി വെച്ചിരിക്കുമ്പോൾ ഇത്രമാത്രം താൻ ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും തന്നെ ഈ ദുഷ്ടന്മാർ പീഡിപ്പിക്കുമ്പോഴും ഇവർ മുടിഞ്ഞു പോകട്ടെ എന്നൊരു വാക്കുപോലും ഉച്ചരിക്കാതെ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് മാതൃക കാണിച്ച ഒരേ ഒരു ഗുരു യേശു മാത്രമാണ്. യേശുവെ പോലൊരു ദൈവം ഈ ഉലകത്തിലില്ല. ഹല്ലേലൂയ. ശത്രുക്കളെ സ്നേഹിപ്പാൻ, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, ഒരു ചകിട്ട് തടിക്കുന്നവന് മറ്റേത് കാണിച്ചു കൊടുക്കാൻ പഠിപ്പിച്ച ഒരേ ഒരുവൻ അത് എന്റെ യേശു മാത്രമാണ്. മനസ്സിലാക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയും. പണ്ട് സ്തോത്രം ദൈവമക്കളെ മുട്ടങ്കി വർഗീസ് പാസ്റ്റർ സ്തോത്രം താന് ബോംബെയിൽ കർത്താവിന്റെ വേലയ്ക്ക് പോകുന്ന സമയം താൻ സുവിശേഷം അറിയിക്കുമ്പോൾ കുറെ പേര് വന്ന് തന്നെ അടിച്ചു. അതിലൊരു വലിയ ഗുണ്ട വന്നിട്ട് മുട്ടങ്കി വർഗീസ് പാസ്റ്ററിനെ അടിച്ച കാര്യം താൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അടിച്ചു, താഴെ ഇട്ടു, എന്നിട്ട് ബൂട്ട്സ് ഇട്ട കാലും കൊണ്ട് ചവിട്ടി അങ്ങ് അരച്ചെന്നാ പറഞ്ഞ. ഇങ്ങനെ മുഖം അങ്ങ് ചവിട്ടി അരച്ച്. ആ സമയം 1-2 പല്ലങ്ങ് പോയി. കുമുകുമാന്ന് ബ്ലഡ് വരിക. അവന്റെ കലി തീരുവോളം അവൻ അരച്ചിങ്ങനെ അങ്ങ് പിടിച്ചെന്ന് മുഖം. സ്തോത്രം. അത് കഴിഞ്ഞൊരു ചവിട്ട് കൊടുത്ത് അവൻ പിന്നീട് കാല് മാറ്റിയ സമയം യേശുവേ സ്തോത്രം എന്ന് പറഞ്ഞു. തുപ്പുന്ന മുഴുവൻ ചോരയാ. എല്ലാം കഴിഞ്ഞിട്ട് ഈ ദൈവദാസൻ എഴുന്നേറ്റ് നിന്ന് അവനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്ത് കരമുയർത്തി ഹല്ലേലൂയ പറയും. ഞാൻ കേട്ടത് ആ നിമിഷം അയാൾ അവിടെ മുട്ടുകുത്തിയെന്ന ദൈവത്തിലേക്ക് വരുവാൻ. സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, സ്തോത്രം. ശത്രുക്കളെ സ്നേഹിപ്പാൻ നമുക്ക് വാക്ക് തന്ന ഒരേ ഒരുവൻ യേശു മാത്രമാണ്. ചേർന്ന് ഹല്ലേലൂയ പറയാം. അവൻ അതുകൊണ്ട് ക്രിസ്തീയ മക്കളെ സ്തോത്രം അവരെ തല്ലിച്ചതച്ചിട്ടും എത്രയോ ഇടങ്ങളിൽ സ്തോത്രം അവരെ പച്ചയ്ക്ക് പച്ച സ്തോത്രം നാക്കുകൾ കുടില് കൊണ്ട് വലിച്ച് കട്ട് ചെയ്ത് മാറ്റിയിട്ടും സ്തോത്രം എത്രയോ ദൈവസഭകളെ കത്തിച്ചു കളയുന്നു. എത്രയോ ദൈവദാസന്മാരെ ആമൻ പച്ചയ്ക്ക് അടിക്കുന്നു, ഉപദ്രവിക്കുന്നു. സ്തോത്രം. എത്രയോ ദൈവസഭകൾക്കെതിരെ പീഡന മുറകൾ ഇന്നലകളിൽ ആളുകൾ ആമൻ അഴിച്ചുവിടുവാനിട വന്നു. ഞാൻ കേട്ടിട്ടുണ്ട്. അതിൽ പല ഈ റോമൻ ചക്രവർത്തിമാരൊക്കെ ഭരിക്കുന്ന കാലങ്ങൾ, നീറോ ചക്രവർത്തിയുടെ ഭരണകാലങ്ങൾ, ഡൊമീഷ്യന്റെ ആമൻ ഭരണകാലങ്ങൾ, ഈ കാലഘട്ടങ്ങളെ കുറിച്ചിട്ടൊക്കെ ആമൻ പഠിച്ചു വരുമ്പോൾ ധാരാളമായി ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ നാക്ക് ആമൻ കൊടില് കൊണ്ട് വലിച്ചിട്ട് സ്തോത്രം ആമൻ അത് കട്ട് ചെയ്ത് കളയുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ജീവനോടെ തൊലി പൊളിച്ച് ഉപ്പും മുളകും തേച്ച് ആമൻ ചുട്ടുപടുത്ത വെയിലത്തിനകത്തേക്ക് ഇടുക. ആമൻ ശരീരത്തിൽ മുഴുവൻ എണ്ണ നിറച്ച് പച്ചയ്ക്ക് കത്തിക്കുക. സ്തോത്രം. അതുപോലെ തന്നെ ക്രൂശിച്ച് കൊല്ലുക. വിശന്നിരിക്കുന്ന ആമൻ ബാലസിംഹങ്ങളുടെ നടുവിലേക്ക് ആമൻ ക്രിസ്ത്യാനികളെ ഇട്ടുകൊടുത്ത് മൃഗങ്ങൾക്ക് ഊണാക്കി മാറ്റുക. ആമൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആമൻ ഈ 2 വടവൃക്ഷങ്ങളുടെ കമ്പുകൾ, അതായത് ഈ ഭാഗത്ത് നിൽക്കുന്ന ഒരു വൃക്ഷം, ഈ ഭാഗത്ത് നിൽക്കുന്ന വേറൊരു വൃക്ഷം, ഇങ്ങനെ 2 വടവൃക്ഷങ്ങളുടെ വലിയ കമ്പുകൾ വലിച്ച് വടം ഉപയോഗിച്ച് കൂട്ടിക്കെട്ടും. അതിനുശേഷം ക്രിസ്ത്യാനിയുടെ ഒരു കൈയുടെ ഭാഗം ഒരു കരത്തിന്റെ ശിഖരത്തിലും മറു കൈയുടെ ഭാഗം മറുമരത്തിന്റെ ശിഖരത്തിലും വരുമാറ് ചേർത്ത് ബന്ധിക്കും. ക്രിസ്തുവിനെ തള്ളിപ്പറയാൻ പറയും. ഇല്ല എന്ന് പറഞ്ഞാൽ നടുക്ക് ആമൻ ഈ ശിഖരങ്ങളെ ചേർത്ത് ബന്ധിച്ചിരിക്കുന്ന കയർ അവരങ്ങോട്ട് അറുക്കും. ആ സമയം ഈ വൃക്ഷത്തിന്റെ ശിഖരങ്ങൾ യഥാസ്ഥാനത്തേക്ക് ആമൻ ശക്തിയോടെ തെറിക്കുന്ന സമയം നടുക്ക് ബന്ധിക്കപ്പെട്ട ദൈവമക്കളുടെ ഉടൽ 2 തുണ്ടമായി കീറി മാറുക. സ്തോത്രം. ഇങ്ങനെയൊക്കെയുള്ള കൊടൂരമായ ഘോര കൃത്യങ്ങൾ ദൈവസഭയ്ക്കെതിരെ ആമൻ കഴിഞ്ഞ 2000 വർഷമായി ഉലകത്തിലുള്ള അനേക സാമ്രാജ്യ ശക്തികൾ അഴിച്ചുവിട്ടിട്ടും ഇന്ന് ഈ മാർഗം കാട്ടുതീ പോലെ വളരുകയാണ്. ഇത് തളരുകയല്ല. കാരണം ഇത് ഉയരത്തിലെ ദൈവത്തിൻ്റെതാ. എന്നിട്ടും ആരും അടിക്ക് പോകുന്നില്ല, അക്രമത്തിന് പോകുന്നില്ല. കാരണം ശത്രുക്കളെ സ്നേഹിപ്പാൻ വാഗ്ദത്തം ചെയ്ത ഒരേ ഒരു ഗുരു അത് യേശു മാത്രമാ. നിനക്ക് രക്ഷ വേണമെങ്കിൽ യേശുവിലേക്ക് വാ. ഹല്ലേലൂയ. മനസ്സിലാകുന്നവർ ചേർന്ന് ഹല്ലേലൂയ പറയാം. അതുകൊണ്ടാ ദൈവമക്കളെ, ബാക്കിയുള്ള അനേകരും രക്തം ഞങ്ങൾക്ക് താ
എന്ന് പറയുമ്പോൾ തൻ്റെ അവസാന തുള്ളി ചോര വരെ മാനവകുലത്തിന് ഓറ്റിത്തന്ന ഒരേ ഒരു ദൈവം അത് യേശുക്രിസ്തു മാത്രമാണ്. സ്തോത്രം. ആടിൻ്റെയോ കോഴിയുടെയോ മൃഗങ്ങളുടെയോ മനുഷ്യന്റെയോ ശിശുക്കളുടെയോ ഒന്നും ചോര സ്തോത്രം ദൈവം ചോദിക്കുന്നില്ല. ഇന്ന് ഉലകത്തിൽ അനേകർ ചോര കൊടുത്തുകൊണ്ട് ആമൻ ഇങ്ങനെയുള്ളവയെ പ്രസാദിപ്പിക്കുവാൻ നോക്കുമ്പോൾ തൻ്റെ ചോര അവസാന തുള്ളി വരെയും സകല മനുഷ്യർക്കും വേണ്ടി ഊറ്റിക്കൊടുത്ത ഒരേ ഒരു ദൈവം അത് യേശുക്രിസ്തു മാത്രമാണ്. അതുകൊണ്ട് ആമേൻ, രക്ഷയ്ക്കായി മാനവകുലത്തിന് നടുവിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം അത് കർത്താവായ യേശുവാ. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന എൻ്റെ സഹോദര സഹോദരി കുഞ്ഞെ, നിങ്ങളുടെ അകക്കണ്ണുകൾ തുറന്നു വരട്ടെ. നിങ്ങൾക്ക് വേണ്ടി കാൽവറിയുടെ കൊലക്കളത്തിൽ അവസാനത്തുള്ളി ചോര വരെയും ഊറ്റിത്തന്ന് പിടഞ്ഞു മരിച്ച ഈ യേശുവിനെ നിന്റെ നാഥനും രക്ഷിതാവുമായി നീ സ്വീകരിക്കുമെങ്കിൽ സ്തോത്രം, നിന്റെ പാപം എത്ര കടുംചുവപ്പായിരുന്നാലും യേശു കർത്താവ് അത് ഹിമം പോലെ വെളുപ്പിക്കും. നിന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി യേശു കർത്താവ് മാറ്റും. സ്വർഗം നരകം എന്നുള്ളത് അത് മിഥ്യയല്ല. അതൊരു മായാവിക്കഥയോ കെട്ടുകഥയോ അമ്മൂമ്മക്കഥയോ ഉമ്മാക്കി കഥയോ അല്ല. ആമൻ. ഇന്ന് രക്ഷിക്കപ്പെടാതെ ക്രിസ്തുവിനെ സ്വീകരിക്കാതെ മരിച്ചാൽ, നീ നിന്റെ പാപത്തിൽ മരിച്ചാൽ, അടുത്ത നിമിഷം നിന്റെ ആത്മാവ് പോകുന്നത് പാതാളക്കുടിയിലേക്ക്. അതിൽ നിന്ന് നിന്നെ വീണ്ടെടുക്കുവാൻ കാൽവറി ഗിരിയിൽ പീഡനമേൽക്കുമ്പോഴും ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച യേശുവിന്റെ രക്തം ആമൻ നിന്നെ വിളിക്കുകയാ. ആ യേശു കർത്താവ് നിന്നെ വിളിക്കുകയാ. ഇന്ന് രാത്രി അഗ്നി നരകത്തിൽ നിന്നും പാതാളത്തിൽ നിന്നും നിന്റെ ആത്മാവിനെ വീണ്ടെടുത്ത് സ്വർഗരാജ്യത്തിൽ നിത്യമായി ദൈവമൊരുക്കുന്ന ആ പറുദീസയിൽ ഇരുത്തേണ്ടതിന് യേശു ഇന്ന് രാത്രി നിന്നെ വിളിക്കുകയാ. ഈ രാത്രി ഈ നല്ല യേശുവിന്റെ സന്നിധിയിലേക്ക് നിനക്ക് അടുത്ത് വരാൻ കഴിയുമോ? നിന്റെ ഹൃദയം യേശുവിന് മുമ്പിൽ കൊടുക്കാൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ ഒരിക്കലും നീ പരാജയപ്പെട്ടു പോവുകയില്ല. പ്രിയരെ, ഇന്ന് രാത്രി സുവിശേഷം കേൾക്കുമ്പോൾ യേശു കർത്താവ് വീണ്ടും വരും എന്നുള്ളതും സത്യമായ വചനം തന്നെയാണ്. ഞാൻ ഈ പ്രസംഗിച്ച അനേക വചനങ്ങൾ, സ്തോത്രം, അനേക അനുഭവങ്ങൾ, അതെല്ലാം ഇന്നലകളിൽ അവിടങ്ങളിൽ കർത്താവ് ചെയ്തത് സത്യമായിട്ടാണെങ്കിൽ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഈ ബൈബിളിൽ വീണ്ടും പറയുന്നു, യേശു തന്നിൽ വിശ്വസിക്കുന്ന ഭക്തന്മാരെ ചേർക്കാൻ വീണ്ടും വരും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശുവിനെ നിന്റെ രക്ഷിതാവും നാഥനുമായി സ്വീകരിച്ച്, നീ സ്നാനപ്പെടാത്തൊരു ദൈവ പൈതലാണെങ്കിൽ സ്നാനമേറ്റ് കർത്താവിനോട് ചേർന്ന് യേശുവിന്റെ വരവിനായി പാടിയും പ്രാർത്ഥിച്ചും ഒരുങ്ങാമെങ്കിൽ നിനക്കും സ്വർഗരാജ്യം ലഭിക്കും. ഈ ഭൂമിയിലായിരിക്കുമ്പോഴും നിന്റെ പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി തരും. വരാനിരിക്കുന്നിടത്തും ദൈവം നിനക്കൊരു സ്വർഗം ഒരുക്കും. പ്രത്യാശയുള്ളവർ ഹല്ലേലൂയ പറയാം. അവസാനമായി ഒരൊറ്റ വാക്യം കൂടെ വായിച്ച് ഞാൻ നിർത്തട്ടെ. എബ്രായ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. എബ്രായ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും, ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടി അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും യേശു പ്രാർത്ഥിക്കുമായിരുന്നു. ഇന്ന് ഈ വചനം കേൾക്കുന്ന പ്രിയരെ, ഞാൻ ഇന്നലെ മുതൽ നിങ്ങളോട് പറഞ്ഞു വരുന്ന കാര്യങ്ങൾ മറക്കരുത്. കർത്താവ് അതികാലയിൽ പ്രാർത്ഥിക്കുമായിരുന്നു. മുഴു രാത്രി യേശു പ്രാർത്ഥിക്കുമായിരുന്നു. യേശു കർത്താവ് രഹസ്യത്തിൽ പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രാർത്ഥിക്കുമായിരുന്നു. എത്ര ക്ഷീണവും തളർച്ചയും ഉണ്ടെങ്കിലും മടുത്തു പോകാതെ കർത്താവ് പ്രാർത്ഥിക്കുമായിരുന്നു. ഭക്ഷിക്കുന്നതിന് മുമ്പ്, പാനം ചെയ്യുന്നതിന് മുമ്പ് കർത്താവ് പ്രാർത്ഥിക്കുമായിരുന്നു. തിരക്കുകൾ കൂടുമ്പോൾ താൻ അധികം പ്രാർത്ഥിക്കുമായിരുന്നു. സ്തോത്രം. ജനങ്ങളുടെ നടുവിൽ പരസ്യമായി താൻ ജനം കേൾക്കെ ഉറക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. ശത്രുക്കൾക്ക് വേണ്ടി യേശു പ്രാർത്ഥിക്കുമായിരുന്നു. ഇവിടെ ഇതാ ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കർത്താവ് പ്രാർത്ഥിക്കുമായിരുന്നു. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറയാം. ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും പ്രാർത്ഥിച്ചാൽ കർത്താവ് മറുപടി തരും. പ്രത്യാശയുള്ളവർ ഹല്ലേലൂയ. ഒരേ ഒരു സാക്ഷ്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന കാലം ഒരു സുവിശേഷകൻ ചാക്കോ ഞങ്ങളുടെ ബൈബിൾ കോളേജിൽ വരാറുണ്ടായിരുന്നു. ഒരു സൈക്കിളിലാണ് താൻ വന്നുകൊണ്ടിരുന്നത്.
താൻ വരുന്ന സമയം ഒരു സുവിശേഷത്തിന്റെ ലഘുലേഖകളുമായി വരുമായിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഒരു അനുഭവ സാക്ഷ്യം എഴുതിയ ലഘുലേഖ എൻ്റെ കയ്യിൽ തന്നിട്ട്, കുഞ്ഞേ, ഞാൻ എങ്ങനെയാണ് സുവിശേഷകനായതെന്ന് അറിയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല. അദ്ദേഹം പറയുക, വർഷങ്ങൾക്ക് മുമ്പ് പാപിയായി ജീവിച്ചവനാണ് ഞാൻ. ദൈവത്തെ അറിയാൻ അവസരം കിട്ടിയിട്ടും വീണ്ടും വീണ്ടും ദൈവത്തെ വിളിക്കാതെ എൻ്റെ സ്വന്തം ഇച്ഛകളിൽ ഞാൻ നടന്നവനാണ്. പ്രിയമോനെ, ഒരു ദിവസം ഞാൻ സൈക്കിളിലൂടെ യാത്ര ചെയ്യുമ്പോൾ സൈക്കിളിൽ നിന്ന് ബാലൻസ് തെറ്റി മുട്ട് ഇടിച്ച് ടാർ റോട്ടിൽ ഞാൻ വീണു. സൈക്കിളിൽ നിന്ന് മുട്ടിടിച്ച് വീണത് കൊണ്ട് മുട്ടിന്റെ ചിരട്ട പൊടിഞ്ഞുപോയി. ആശുപത്രിയിൽ പോയി അന്നത്തെ കാലത്തെ ട്രീറ്റ്മെന്റുകളൊക്കെ നോക്കി ഈ ചിരട്ട അവർ റിമൂവ് ചെയ്തു. 1-2 ഓപ്പറേഷനൊക്കെ ചെയ്തു. പക്ഷെ സൗഖ്യമായില്ല. 2.5 വർഷം എൻ്റെ കാലിന് ചലനമില്ലാതെ, മുട്ടുമടങ്ങാതെ സ്ട്രെച്ചറിൽ നീട്ടിവെച്ചുകൊണ്ട് ഞാൻ കിടക്കേണ്ടി വന്നു. 2.5 കൊല്ലമായപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ ആയുസ്സിന് ഇങ്ങനെ തീരുള്ളൂ. ആ സമയം ഞാൻ എൻ്റെ കുട്ടികളോട് ഇങ്ങനെ പറഞ്ഞു, മക്കളെ, എവിടെയെങ്കിലും ഒരു ക്രിസ്തീയ പ്രാർത്ഥനാലയത്തിൽ എന്നെ ഒന്ന് കൊണ്ടുപോകുമോ എന്ന് ചോദിച്ചു. മാവേലിക്കരയ്ക്ക് അടുത്തുള്ള ഒരു പ്രാർത്ഥനാ സ്ഥലത്ത് എൻ്റെ കുട്ടികൾ എൻ്റെ അപേക്ഷ പ്രകാരം കൊണ്ടുപോയി. ആരാധന നടക്കുന്ന ഹാളിൽ ഏറ്റവും ബാക്കിൽ സ്ട്രെച്ചറിൽ ഞാൻ കിടക്കുകയാണ്. അന്ന് ആ മീറ്റിംഗിൽ ഞാൻ ചെന്നപ്പോൾ അവിടുത്തെ പാസ്റ്റർ ഇങ്ങനെ ആഹ്വാനം ചെയ്തു, 24 മൂപ്പന്മാരും 4 ജീവികളും സിംഹാസനത്തിലിരിക്കുന്ന കുഞ്ഞാടിന് മുമ്പിൽ കിരീടങ്ങൾ ഊരിവെച്ച് നമസ്കരിച്ചു എന്ന ഭാഗം വെളിപ്പാട് പുസ്തകത്തിലെ വായിച്ചിട്ട് നമുക്ക് നമ്മുടെ രക്ഷിതാവാകുന്ന ഈ ദൈവകുഞ്ഞാടിനെ മുഴങ്കാൽ മടക്കി ആരാധിക്കാം എന്ന് പറഞ്ഞ സമയം സഭ മുഴുവൻ മുട്ടുകുത്തി യേശുവെ ആരാധിക്കാൻ തുടങ്ങി. ആ സമയം സ്ട്രെച്ചറെ കിടന്ന് ഞാൻ പൊട്ടിക്കരഞ്ഞ്, യേശുവേ, മുട്ടുണ്ടായിരുന്ന കാലം ഞാൻ മടക്കിയില്ല. എന്റെ തെറ്റ്, ഞാൻ മഹാപാപിയാണ്. അങ്ങേ അറിയേണ്ട സമയം ഞാൻ അറിഞ്ഞില്ല. അങ്ങെനിക്ക് തന്ന അവസരങ്ങളെല്ലാം ഞാൻ തള്ളിക്കളഞ്ഞു. ഞാൻ എൻ്റെ പാപങ്ങളെ അങ്ങയുടെ മുമ്പിൽ ഏറ്റുപറയുന്നു. ഞാൻ മാനസാന്തരപ്പെടുന്നു. യേശുവേ, ഒരു വട്ടം കൂടി ഈ മുട്ടൊന്ന് മടക്കുവാൻ എനിക്ക് അനുവാദം തരുമോ? എൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കുമോ എന്ന് പറഞ്ഞ് ഞാൻ ആ സ്ട്രെച്ചറിൽ കിടന്നുകൊണ്ട് ദൈവത്തോട് നിലവിളിക്കാൻ തുടങ്ങി. ജനം മുഴങ്കാൽ മടക്കി ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന സമയം, ഞാൻ എൻ്റെ പാപം സ്ട്രെച്ചറിൽ കിടന്ന് ഏറ്റുപറയുന്ന സമയം, പെട്ടെന്നൊരു വലിയ വെളിച്ചം എൻ്റെ ശരീരത്തിലേക്ക് അടിച്ചു. ഒരു വലിയ അഗ്നി പോലെ ഒരു ചൂട് എൻ്റെ ശരീരത്തിലേക്ക് ഇറങ്ങി വന്നു. എൻ്റെ ശരീരം വെട്ടി വീർത്തു. മോനെ, ടക്ക് എന്നൊരു ശബ്ദം കേട്ടു. കാലിന്റെ മുട്ട് മടങ്ങി. ഞാൻ സ്ട്രെച്ചറിൽ നിന്ന് ചാടി എഴുന്നേറ്റു. ഓടി നടന്ന് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ഇത് പറഞ്ഞ ശേഷം ഈ ചാക്കോ ബ്രദർ തൻ്റെ മുണ്ട ഉടുത്തിരുന്നേ മുണ്ട് മാറ്റിയിട്ട് കാണിച്ചു തന്നു. ദൈവമക്കളെ, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. നമ്മുടെയൊക്കെ കാൽമുട്ടിന് ഈ ചിരട്ട തള്ളി നിൽക്കുന്നത് എല്ലാവർക്കും അറിയാലോ. എന്നാൽ അയാളുടെ ആ മുട്ടിന്റെ ഭാഗത്തൊരു കുഴി മാത്രമാണ്. സ്തോത്രം. ഞാൻ അതിൻ്റെ അകത്ത് വിരലിട്ട് നോക്കി. ഒരു കുഴി, പച്ച മാംസമല്ലാതെ അതിനകത്ത് എല്ലില്ല. പക്ഷേ ആ മനുഷ്യൻ പിന്നീട് അനേക വർഷങ്ങൾ നടന്നു. അവൻ സൈക്കിൾ ചവിട്ടിയും കർത്താവിന്റെ നാമത്തിന് ആ ദേശത്ത് സാക്ഷി പറഞ്ഞത് എന്റെ കണ്ണാലെ ഞാൻ കണ്ടത്. മുട്ടില്ലാത്തവനെ ഉറച്ച നിലവിളിയോട് കണ്ണുനീരോട് പ്രാർത്ഥിക്കുമ്പോൾ മുട്ടുള്ളവനെ പോലെ നടത്താൻ ഈ ദൈവത്തിന് കഴിയുമെങ്കിൽ ഇന്ന് രാത്രി ഈ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. പ്രത്യാശയുള്ള എത്ര പേരുണ്ട്? ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും നിന്റെ വിഷയം ദൈവകരങ്ങളിൽ ഏൽപ്പിക്ക്. കർത്താവ് ഇറങ്ങി വരും. ഹല്ലേലൂയ. ഓ റിബലഗട ഗണബസിയന്തര വൈഡ ബൗഡന ബൽകമശന്തര ആൽകപ്രബന ബലഗട ഗണബസിയന്തരേ. ഹല്ലേലൂയ. Praise the Lord, praise the Lord, praise the Lord. ഇന്ന് ഈ വചനം കേൾക്കുന്ന ദൈവവേദലേ, നീ ലജ്ജിക്കപ്പെട്ടു പോവുകയില്ല. നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ പരാജയപ്പെടാൻ ദൈവം അനുവദിക്കില്ല. ഇന്ന് രാത്രി എത്ര പേരെ ഏൽപ്പിക്കും?